സ്മരണയോടുകൂടി ശ്രീമദ് ഭഗവത്ഗീത ശാങ്കരഭാഷ്യം ഉപോദ്ഘാതം അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് ഭഗവാന്റെ അവതാരത്തെക്കുറിച്ചാണ്. സ്വമായയെ തനിക്ക് അധീനമാക്കി ഈശ്വരൻ മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചു. വാസ്തവത്തിൽ അജനാണ്, ജനിക്കാത്തവനാണ്. എങ്കിലും ഈശ്വരൻ ജനിച്ചവനായി ലോകാനുഗ്രഹ പ്രവൃത്തികൾ ചെയ്യുന്നവനായി ജീവന്മാർക്ക് അനുഭവപ്പെടുന്നു. വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇവ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. കുർവൻ ഇവ, ജാത ഇവ, ജനിച്ചതുപോലെ ചെയ്യുന്നത് പോലെ അനുഭവപ്പെടുന്നു എന്നാണ്. ഭഗവാൻ എന്തിന് ഇങ്ങനെ ചെയ്യുന്നു? അതാണ് അടുത്ത് പറയുന്നത്. സ്വപ്രയോജന അഭാവേപി ഭൂത അനുജഗക്ഷയ വൈദികം ഹി ധർമ്മദ്വയം അർജുനായ ശോകമോഹമഹോദധൗ നിമഗ്നായ ഉപതിദേശ. സ്വപ്രയോജനാഭാവേപി, ഈശ്വരന് അവതാരം കൊണ്ട് സ്വപ്രയോജനാഭാവേപി, സ്വപ്രയോജനമൊന്നുമില്ല. മനുഷ്യരൂപത്തിൽ അവതരിച്ചതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ജീവന് ജന്മം കൊണ്ട് പ്രയോജനമുണ്ട്. ജീവന്റെ പ്രയോജനം എന്താണോ? ലൗകികമായ പ്രയോജനം സുഖദുഃഖാനുഭവം, അതാണ് ജന്മത്തിന്റെ പ്രയോജനം. അപൂർവ ജീവന്മാർക്ക് മാത്രമേ മോക്ഷം എന്നുള്ള പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ. ജീവൻ സുഖദുഃഖങ്ങൾ എന്തുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നു? ജീവന്റെ ജന്മം പ്രാരബ്ധ അധീനമായതുകൊണ്ട്. പ്രാരബ്ധ അധീനമായ ഒരു ജന്മത്തിന് മാത്രമേ പ്രയോജനമുള്ളൂ. പൂർവകർമ്മങ്ങളനുസരിച്ച് സുഖദുഃഖങ്ങളുടെ അനുഭവം അല്ലെങ്കിൽ മോക്ഷം, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കണം ഒരു ജീവന്. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം പ്രാരബ്ധാധീനമല്ല അവതാരം. അതുകൊണ്ട് തന്നെ സുഖദുഃഖ അനുഭവങ്ങൾ ജീവന് സംഭവിക്കുന്നത് പോലെ സംഭവിക്കുന്നില്ല. ജീവന്റെ ദൃഷ്ടിയിൽ ഈശ്വരനും സുഖിക്കുന്നതായും ദുഃഖിക്കുന്നതായും എല്ലാം അനുഭവപ്പെടാം. പക്ഷേ അവതാര പുരുഷനിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. സുഖദുഃഖാനുഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു പ്രയോജനമില്ല. മോക്ഷവുമില്ല. കാരണം നിത്യമുക്തനായിരിക്കുന്ന ഈശ്വരന് സ്വേച്ഛയാ ശരീരധാരണം ചെയ്യുന്നതുകൊണ്ട് ബന്ധനാവസ്ഥ വരുന്നില്ല. അവിദ്യാധീനമായി പരമാത്മാവ് തന്നെ ജീവഭാവത്തെ പ്രാപിക്കുന്നതാണ് ബന്ധനം. ഈശ്വരൻ സ്വേച്ഛയാ ശരീരം സ്വീകരിക്കുന്നതുകൊണ്ട് ആ അവതാര പുരുഷന് അവതാരാവസ്ഥയിലും ബന്ധനമില്ല. അതുകൊണ്ട് തന്നെ മോക്ഷത്തിന്റെ ആവശ്യമില്ല. ആണ് പറയുന്നത് സ്വപ്രയോജനാഭാവി. ഒരു തരത്തിലുള്ള പ്രയോജനമില്ല തനിക്ക്. എന്നാലും ഭൂത അനുജിഗ്രക്ഷയ, ഭൂത അനുജിഗ്രക്ഷ, അനുജിഗ്രക്ഷ അനുഗ്രഹിക്കുന്നതിനുള്ള ആഗ്രഹം, അനുഗ്രഹിക്കുന്നതിനുള്ള ഇച്ഛ. ആരെ? ഭൂതാനാം, പ്രാണികളെ, ജീവന്മാരെ. ജീവന്മാർ അവിദ്യാധീനന്മാരായി ജനന മരണ രൂപത്തിലുള്ള സംസരണം നടത്തുന്നത് കണ്ടിട്ട് അവരെ അനുഗ്രഹിക്കുന്നതിനുള്ള താല്പര്യം കൊണ്ട് വൈദികം ഹി ധർമ്മദ്വയം അർജുനായ ശോകമോഹ മഹോദധൗ നിമഗ്നായ ഉപതിദേശ. ഇവിടെ പ്രത്യേകിച്ച് അർജുനനോടുള്ള താല്പര്യം കൊണ്ട് മാത്രമല്ല, ഭൂത അനുജിഗൃക്ഷയ, സർവപ്രാണികളോടുമുള്ള, സർവജീവന്മാരോടുമുള്ള
അനുഗ്രഹിച്ച അതുകൊണ്ട് എന്നർത്ഥം. അത് ഗീതാശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകതയെ കാണിക്കുകയാണ്. ഗീത അർജുനൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഉപദേശിച്ചതല്ല, മറിച്ച് ഇനി പറയും അർജുനൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിമിത്തമാക്കി ലോകത്തിനു വേണ്ടി ഉപദേശിച്ചാണ്. ലോകത്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ജീവന്മാർക്ക് വേണ്ടി, സർവ്വജീവന്മാർക്കും വേണ്ടി ഉപദേശിച്ചാണ്. അനന്ത ജീവന്മാർക്ക് വേണ്ടി ഉപദേശിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജീവന്മാർക്കും അവരുടെ അധികാരി ഭേദമനുസരിച്ച് വേണ്ടുന്നതെല്ലാം ഇതിനകത്തുണ്ട്. ഓരോരുത്തരുടെ നിലയ്ക്കനുസരിച്ച് അവരവർക്ക് സ്വീകരിക്കേണ്ടതായ ഉപദേശങ്ങൾ ഇവിടെ ഭഗവാൻ ഉപദേശിച്ചിട്ടുണ്ട്. അതാണ് ഭൂതാനുജികൃക്ഷയ. അർജുനനെ വെറും ഒരു നിമിത്തമാക്കി സർവ്വപ്രാണികൾക്കും വേണ്ടി വൈദികം ഹി ധർമ്മദ്വയം, വൈദികമായിരിക്കുന്നു വേദം ബോധിപ്പിച്ചതായ രണ്ട് ധർമ്മങ്ങളെയും, നേരത്തെ പറഞ്ഞ പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും, കർമ്മനിഷ്ഠയും ജ്ഞാനനിഷ്ഠയും, ഇത് രണ്ടും അർജുനായ ഉപദേശ. അർജുനനെ ഒരു നിമിത്തമാക്കിക്കൊണ്ട് ഉപദേശിച്ചു. അർജുനൻ ഏതവസ്ഥയിൽ ശോകമോഹ മഹോദധൈ, ശോകമോഹങ്ങളാകുന്ന മഹാസമുദ്രത്തിൽ, മഹോദധൗ മഹാസമുദ്രത്തിൽ നിമഗ്നായ മുഴുകിയവനായ, അത് നമ്മൾ ഒന്നാം അധ്യായത്തിൽ ചർച്ച ചെയ്തതാണ് അർജുനന്റെ അവസ്ഥയെക്കുറിച്ച്. അർജുനൻ പൂർണ്ണമായും ശോകമോഹങ്ങളിൽ മുഴുകിയിരിക്കുന്നതാണ്. അതൊരു ജീവന്റെ പ്രതീകമാണ്. സംസാരത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു ജീവൻ. എല്ലാ ജീവന്മാരും ശോകമോഹങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ജീവന്മാരുടെ പ്രതീകമായി അർജുനനെ കൽപ്പിച്ചുകൊണ്ട് അർജുനനെ നിമിത്തമാക്കി ലോകത്തിനു വേണ്ടി ഉപദേശിച്ചു. എന്നാൽ ഇവിടെ അർജുനൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈ ഉപദേശത്തിന് വേണ്ടി എന്തിനു തിരഞ്ഞെടുത്തു? അതാണ് അടുത്ത് പറയുന്നത്. ഗുണാധികൈഹി ഹി ഗൃഹീതോ അനുഷ്ഠീയമാനശ്ച ധർമ്മ പ്രജയം ഗമിഷ്യതി. ധർമ്മം അത് പ്രവൃത്തി മാർഗമായാലും നിവൃത്തി മാർഗമായാലും ഗുണ അധികൈഹി ഗ്രഹീത, ഗുണാധികന്മാരാൽ ഗ്രഹിക്കപ്പെട്ടാൽ, ഗ്രഹിക്കുക എന്ന് വെച്ചാൽ മനസ്സിലാക്കുക, അനുഷ്ഠീയമാനശ്ച പിന്നെ അനുഷ്ഠിക്കുക, ഇത് രണ്ടും. ധർമ്മത്തെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അറിവ്, അടുത്ത അനുഷ്ഠാനം. ആദ്യം ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കുക, പിന്നെ അതിനെ അനുഷ്ഠിക്കുക, പ്രവർത്തിക്കുക. അത് യോഗ്യന്മാരത് ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ ധർമ്മ പ്രജയം ഗമിഷ്യതി, ധർമ്മത്തിന് വൃദ്ധിയുണ്ടാകും, ധർമ്മം വർദ്ധിച്ചു വരും. മറിച്ചാണെങ്കിലോ ഗുണമില്ലാത്തവരാണിത് ഗ്രഹിക്കുന്നതെങ്കിൽ ശരിയായ രീതിയിൽ ഗ്രഹിക്കത്തില്ല, ശരിയായ രീതിയിൽ അനുഷ്ഠിക്കത്തില്ല. ധർമ്മത്തിനതുകൊണ്ട് പ്രജയം വൃദ്ധി ഉണ്ടാകത്തില്ല. അവസാനം പറയും 18ാം അധ്യായത്തിൽ, ഇദം തേനാതപസ്കായ നാഭക്തായ കദാചന. ഇത് ഒരിക്കലും ഭക്തിയില്ലാത്തവനോട് ഉപദേശിക്കരുത്. ഗീതാശാസ്ത്രം ഉപദേശിച്ചിട്ട് അവസാനം പറയുന്നതാണ്. എല്ലാ ജീവന്മാർക്കും വേണ്ടിയാണ് ഇത് ഉപദേശിച്ചതെന്ന് പറഞ്ഞു. എല്ലാ ജീവന്മാർക്കും വേണ്ടിയാണ് ഉപദേശിച്ചെങ്കിലും ഗുണവാനായ ഒരു വ്യക്തിയെ മുൻനിർത്തിയാണ് ഉപദേശിച്ചിരിക്കുന്നത് അർജുനനെ. അതുകൊണ്ട് പറയുന്നു, ഇത് ഭക്തിയില്ലാത്തവനോട് ഇത് പറയരുത്. അതാണ് ഇവിടെ ഭാഷ്യകാരൻ അതിനെ സൂചിപ്പിക്കുകയാണ്. അതപസ്കായ, തപസ്സില്ലാത്തവനോട് പറഞ്ഞിട്ട് പ്രയോജനമില്ല. പൂർവജന്മാർജിതമായ തപസ്സിന്റെ സംസ്കാരം അവനിൽ വേണം. അങ്ങനെയുള്ളവന് പറഞ്ഞു കഴിഞ്ഞാലേ ഇത് ഫലവത്താകത്തുള്ളൂ.
എന്നുവെച്ചാ ശുശ്രൂഷവേ വാച്യം, കേൾക്കാൻ താല്പര്യമില്ലാത്തവനോട് പറയരുത്. അതുപോലെ മനസ്സിൽ വികാരങ്ങൾ വളർത്തുന്നവനോടും പറയരുത്. എന്നുവെച്ചാൽ മാം യോ അഭ്യസൂയതി, ഈശ്വരൻ നിന്ദ ചെയ്യുന്നവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവനിലൊന്നും ശ്രദ്ധയുണ്ടാകത്തില്ല. ശ്രദ്ധയില്ലാത്തവനോട് ഇത് പറഞ്ഞിട്ട് പ്രയോജനമില്ല. കാരണം ഇത് മോക്ഷശാസ്ത്രമാണ്. പ്രയോജനമില്ലാത്തിടത്ത് അത് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ടിവിടെ ഭാഷ്യകാരൻ പറയുന്നു, ഗുണാധികന്മാർ, ഗുണങ്ങളെക്കുറിച്ച് ഇനി പറയും, ബ്രാഹ്മണ ഗുണങ്ങളെക്കുറിച്ച് പറയും, ബ്രാഹ്മണത്വത്തെക്കുറിച്ച്. അത്തരം ഗുണങ്ങളുള്ളവർ അവരോട് ഇത് ഉപദേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രയോജനം ചെയ്യും. ഓരോ ഗുണങ്ങളെക്കുറിച്ചും പറയും, ക്ഷാത്രധർമ്മത്തെക്കുറിച്ച് പറയും. അതാത് ഗുണങ്ങൾക്കനുസരിച്ച് ഈ വിദ്യ പ്രയോജനം ചെയ്യുന്നു, ധർമ്മത്തിന് വൃദ്ധിയുണ്ടാകുന്നു. ധർമ്മത്തിന്റെ വൃദ്ധി എന്ന് പറയുന്നത് ധർമ്മം ആർക്കാണോ ഉപദേശിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ആരാണോ ധർമ്മം ഗ്രഹിക്കുന്നത് അവനിൽ ധർമ്മത്തിന്റെ വൃദ്ധി ഉണ്ടാവുക. മറ്റൊന്ന് ധർമ്മത്തിന്റെ പ്രചാരം, അതും അതിന്റെ വൃദ്ധിയാണ്. അത് തലമുറകളിലൂടെ മുന്നോട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ രണ്ടു തരത്തിൽ ധർമ്മവൃദ്ധി ഉണ്ടാകുന്നു. വ്യക്തിയിൽ അതിന്റെ വൃദ്ധി എന്ന് പറയുന്നത് ധർമ്മവൃദ്ധി എങ്ങനെ ഉണ്ടാകുന്നു? പ്രവൃത്തി മാർഗമായാലും നിവൃത്തി മാർഗമായാലും വ്യക്തി അതിനെ അറിഞ്ഞു, ഗൃഹീത. അത് മുഖ്യമായ കാര്യമാണ്. ധർമ്മത്തെ ശരിയായി മനസ്സിലാക്കുക, ശരിയായ രീതിയിൽ തന്നെ ധരിക്കുക എന്നർത്ഥം. ഏതെങ്കിലും രീതിയിൽ ധരിച്ചാൽ കുഴപ്പമായി തീരും. ധാരണയിൽ പെശക് വരാം, സംശയം വരാം, വിപര്യം വരാം. അപ്പൊ സംശയ വിപര്യങ്ങളൊന്നും കൂടാതെ ഒരാൾ ധർമ്മത്തെ ഗ്രഹിക്കണം. സമ്യജ്ഞാനം എന്ന് പറയും, യഥാർത്ഥ ജ്ഞാനം എന്ന് പറയും, പ്രമ എന്ന് പറയും. അതൊരുവനുണ്ടാവണം ധർമ്മത്തെ സംബന്ധിച്ച്. അതുണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ അവനതിനെ ശരിക്കും അനുഷ്ഠിക്കാൻ പറ്റൂ. വിപരീത ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ സംശയ ബുദ്ധിയോടുകൂടി ധർമ്മത്തെ അനുഷ്ഠിച്ചാൽ അതിന് പ്രജയും വൃദ്ധി ഉണ്ടാകത്തില്ല. ധർമ്മത്തിന്റെ വൃദ്ധി ജീവനിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ധർമ്മവൃദ്ധി ജീവനിൽ സംഭവിക്കുന്നത് ജീവന്റെ അന്ധകരണത്തിലാണ്. അന്ധകരണത്തിൽ എന്ത് സംഭവിക്കുന്നു? അന്ധകരണത്തിന്റെ പരിണാമം, അതാണ് ധർമ്മവൃദ്ധി എന്ന് പറയുന്നത്. ജീവന്റെ അന്ധകരണത്തിന് പരിണാമം സംഭവിക്കുന്നു. എങ്ങനെ? ധർമ്മഗ്രഹണത്തിലൂടെ, ധർമാചരണത്തിലൂടെ. അതെല്ലാം ഗീതയിൽ വിശദമായി ചർച്ച ചെയ്യും. എങ്ങനെയുള്ള പരിണാമം സംഭവിക്കുന്നു? സാത്വികമായ പരിണാമം സംഭവിക്കുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത്. അതാണ് ധർമ്മവൃദ്ധി എന്ന് പറയുന്നത്. സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു? അത് പ്രചരിക്കുന്നു, ആ ധർമ്മം പ്രചരിക്കുന്നു, ധർമ്മം നിലനിൽക്കുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, അവിടെ പറയുന്നു അതാണ്. ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നു. അത് ജീവനിൽ എങ്ങനെ സംഭവിക്കുന്നു? ജീവന്റെ അന്ധകരണത്തിൽ സംഭവിക്കുന്നു. അത് തമോമയമായി തീരുന്നതാണ് ധർമ്മഗ്ലാനി. അത് പ്രകാശമയമായി തീരുന്നതാണ് ധർമ്മപ്രജയം. അത് ഗുണാധികന്മാരാണെങ്കിൽ അതിനെ ശരിയായ രീതി സമ്യക്കായി ഗ്രഹിക്കുന്നു, മനസ്സിലാക്കുന്നു, അറിയുന്നു, എന്നിട്ട് സമ്യക്കായി അതിനെ അനുഷ്ഠിക്കുന്നു. അങ്ങനെ ധർമ്മത്തിന്റെ വൃദ്ധി, അതാണ് ഭഗവാൻ ആഗ്രഹിച്ചത്, ഉപദേശിച്ചത്, അർജുനനെ നിമിത്തമാക്കി. തം ധർമ്മം അടുത്ത് പറയുന്നു. ഭഗവത യഥോപദിഷ്ട വേദവ്യാസ സർവജ്ഞോ
ഭഗവാൻ ഗീതാഖ്യൈഹി സപ്തഭിഹി ശ്ലോകശക്തൈഹി ഉപനിബന്ധ തം ധർമ്മം, ആ ധർമ്മത്തെ, ഭഗവാൻ ഉപദേശിച്ച ധർമ്മത്തെ, അതാണ് ഭഗവാൻ യഥാപതിഷ്ഠം, യഥാ ഉപദിഷ്ടം തഥാ, ഒരു വ്യത്യാസവും വരുത്താതെ ഭഗവാൻ ഉപദേശിച്ച ധർമ്മവും വ്യാസൻ പ്രചരിപ്പിച്ച ധർമ്മവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ആശയത്തെ പൂർണ്ണമായും അതേപടി ഗ്രഹിച്ച് ആര്? വേദവ്യാസ സർവജ്ഞോ ഭഗവാൻ. അത് സർവജ്ഞനായ ഒരുവന് മാത്രമേ അതിന്റെ പൂർണ്ണതയെ ഗ്രഹിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറയുന്നു, വേദവ്യാസനാണ് ഇത് ഗ്രഹിച്ചത്, ഇങ്ങനെയുള്ള ആള് സർവജ്ഞനായിരിക്കുന്നു. അല്ലാതെ ഭഗവാന്റെ ഉപദേശത്തെ അടുത്തു പറയും അനുഗീതയിൽ യോഗയുക്തേന മയ, ഞാൻ യോഗയുക്തനായി ഉപദേശിച്ചതാണ്, യോഗാവിഷ്ഠനായി ഉപദേശിച്ചതാണ് ഈ ഗീതാശാസ്ത്രം എന്ന് പറയും. ഭഗവാനും സാധാരണ നിലയിൽ നിന്നല്ല ഉപദേശിച്ചത്. അങ്ങനെ ഉപദേശിച്ച ഒരു കാര്യത്തെ ഗ്രഹിക്കണമെങ്കിലും തത്തുല്യനായ ഒരാൾക്കേ പറ്റൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വേദവ്യാസൻ, സർവജ്ഞനായിരിക്കുന്ന വേദവ്യാസൻ ഇതിനെ എങ്ങനെ ഭഗവാൻ ഉപദേശിച്ചോ അതുപോലെ അതിന്റെ പൂർണ്ണതയിൽ ഗ്രഹിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ എന്റെ വ്യാഖ്യാതാക്കൾ പല ഭാഗങ്ങളും, പല വ്യാഖ്യാതാക്കളും പല ഭാഗങ്ങളും വ്യാഖ്യാനിക്കും പറയും മരാതേഹി അസ്മദാതിഭി, എന്നുവെച്ചാൽ അല്പജ്ഞന്മാരായ നമ്മളെപ്പോലെയുള്ളവർ എങ്ങനെയാണ് ഇത് വ്യാഖ്യാനിക്കുന്നത് ഈ ഭാഗങ്ങൾ? ഭഗവാൻ തന്നെ പറയും എന്താണ് ഇത് ഗുഹ്യതമം ശാസ്ത്രം ഗുഹ്യതരം മയ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ പല ഭാഗങ്ങളിലും വ്യാഖ്യാതാക്കൾക്ക് അല്ലെങ്കിൽ വ്യാഖ്യാനത്തിന് വഴങ്ങുന്ന ഭാഗങ്ങളല്ല. അതുകൊണ്ട് അനുഭവസമ്പന്നന്മാരായ പണ്ഡിതന്മാരായ വ്യാഖ്യാതാക്കൾ അവര് തന്നെ പറയുന്നു, അല്പബുദ്ധികളായ നമുക്ക്, അടുത്ത ഭാഷ്യകാരൻ പറയും ദുർവിജ്ഞേയാർത്ഥം, ഇതിന്റെ അർത്ഥം പല സ്ഥലത്തും മനസ്സിലാക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇതെങ്ങനെ നമുക്ക് വഴങ്ങും, വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ലെന്നാണ് പറയുന്നത്. കാരണം ഭഗവാൻ ഉപദേശിച്ചതുകൊണ്ട് തന്നെ വേദവ്യാസൻ, സർവജ്ഞനായിരിക്കുന്ന വേദവ്യാസൻ ഇതിനെ തുടർന്ന് ഇത്തരത്തിൽ രേഖപ്പെടുത്തിയതുകൊണ്ട് തന്നെ ഇത് ദുർഗ്രഹമായിരിക്കുന്നു പല ഭാഗങ്ങളിലും. സാധാരണ ജീവന്മാർക്ക് ഇതിന്റെ താല്പര്യം പല ഭാഗങ്ങളിലും ദുർഗ്രഹമായിരിക്കുന്നു. പക്ഷേ ഭഗവാൻ ഉപദേശിച്ചതിൽ യാതൊരു ന്യൂനതയും വ്യാസൻ വരുത്തിയിട്ടില്ല. അതാണ് സർവജ്ഞനായ ഭഗവാൻ വേദവ്യാസ ഗീതാഖ്യൈഹി സപ്തഭിഹി ശ്ലോകശതൈഹി, ഗീതാഖ്യൈഹി, ഗീത എന്നു പേരുള്ള സപ്തഭിഹി ശ്ലോകശതൈഹി 700 ശ്ലോകങ്ങളാൽ ഉപനിബന്ധ തുടർന്ന് രചിച്ചു എന്നാണ്. ഭഗവാന്റെ ഉപദേശത്തെ വ്യാസനെന്താക്കി? ശ്ലോകരൂപത്തിലാക്കി. ഭഗവാൻ ശ്ലോകത്തിലല്ല, ഭഗവാൻ അർജുനോട് സംസാരിക്കുകയായിരുന്നു. ഭഗവാനും അർജുനനും തമ്മിലുള്ള സംഭാഷണമാണ്. അതിനെ ശ്ലോകരൂപത്തിൽ രേഖപ്പെടുത്തി വെച്ചു ഭഗവാൻ വേദവ്യാസൻ എന്നാണ്. ആ ശാസ്ത്രത്തെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. തദിദം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം ദുർവിജ്ഞേയാർത്ഥം. തദിദം ഗീതാശാസ്ത്രം, അങ്ങനെയുള്ള ഗീതാശാസ്ത്രം ഭഗവാൻ പാർത്ഥനായിട്ട് ഉപദേശിച്ച്, ഭഗവാൻ വ്യാസൻ തന്നെ, വേദവ്യാസൻ തന്നെ അവതാരമായിട്ടാണ് പറയുന്നത്, വിഷ്ണുവിന്റെ അവതാരമായിട്ടാണ്. അങ്ങനെയുള്ള വേദവ്യാസൻ രചിച്ച ഈ ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം, സമസ്ത വേദാർത്ഥങ്ങളുടെയും സാരത്തെ സംഗ്രഹിച്ചിരിക്കുന്നതാണ്. വേദാർത്ഥം വളരെ വിപുലമാണ്. വേദത്തിൽ ചർച്ച ചെയ്യാത്ത വിഷയങ്ങളില്ല.
പക്ഷെ വേദസാരത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി വേദസാരമായിരിക്കുന്ന മോക്ഷശാസ്ത്രത്തെ സംഗ്രഹിച്ച് ചുരുക്കി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഗീതാശാസ്ത്ര രൂപത്തിൽ. അതെന്താണ്? ദുർവിജ്ഞേയ അർത്ഥം. ഇതിന്റെ അർത്ഥം താല്പര്യം ദുർവിജ്ഞേയമാണ് എന്ന് പറഞ്ഞാൽ ഗുണാധികന്മാരല്ലെങ്കിൽ ഗ്രഹിക്കുന്നതിന് പ്രയാസമാണ്. നേരിട്ട് വ്യാസന്റെ രചനയിൽ നിന്ന് നേരിട്ട് ഗ്രഹിക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. അത് അനായാസമാക്കുന്നതിന് വേണ്ടിയാണ് അതിന് വിശദീകരണം ഭാഷ്യം രചിച്ചിരിക്കുന്നതെന്നാണ്. വേദഭാഷയിൽ നിന്ന്, വേദവ്യാസന്റെ ഭാഷയിൽ നിന്ന് അത് മനസ്സിലാക്കുക ബുദ്ധിമുട്ടായതുകൊണ്ട് തദർത്ഥ ആവിഷ്കരണായ അനേകൈഹി വിവൃത പദ പദാർത്ഥ വാക്യാർത്ഥ ന്യായമപി അത്യന്ത വിരുദ്ധ അനേകാർത്ഥത്വേന ലൗകികൈഹി ഗൃഹ്യമാണം ഉപലഭ്യ അഹം വിവേകതഃ അർത്ഥനിർദ്ധാരണാർത്ഥം സംക്ഷേപതഃ വിവരണം കരിഷ്യാമി. ഈ ഭാഷ്യ രചനയുടെ ആവശ്യകതയെക്കുറിച്ചും അതിന്റെ സന്ദർഭത്തെക്കുറിച്ചും പറയുകയാണ്. എന്തിനിങ്ങനെ ഒരു ഭാഷ്യം ആചാര്യസ്വാമികൾക്ക് രചിക്കേണ്ടി വന്നു? അതാണ് അടുത്ത് പറയുന്നത്. തദർത്ഥാവിഷ്കരണായ, വ്യാസൻ നിബന്ധിച്ച ആ ഗീതാശ്ലോകങ്ങളുടെ അർത്ഥത്തെ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി, പുറത്തെടുക്കുന്നതിന് വേണ്ടി, ഗീതാശാസ്ത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അനേകൈഹി, ഈ ഭാഷ്യകാരന് മുമ്പും അനേകം പേർ ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും ഇന്ന് നമുക്ക് ലഭ്യമല്ല. ഈ ഭാഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അനേകം പേരെ വിവൃത പദ പദാർത്ഥ വാക്യാർത്ഥ ന്യായമപി, അവർ വ്യാഖ്യാനിച്ചു, വിവൃതമാക്കി എന്ന് പറഞ്ഞാൽ അവർ വിശദീകരിച്ചു, ഭാഷ്യങ്ങൾ രചിച്ചു, വ്യാഖ്യാനങ്ങൾ, ടീകകളെല്ലാം രചിച്ചു. എങ്ങനെ? പദ പദാർത്ഥ വാക്യാർത്ഥ ന്യായമപി. പദാർത്ഥം, പദവ്യാഖ്യാനം, ഓരോ പ്രത്യേക പദങ്ങളെയും വ്യാഖ്യാനിക്കുക, അതാണ് പദവ്യാഖ്യാനം. പദാർത്ഥ വ്യാഖ്യാനം, സമസ്ത പദങ്ങളെ വ്യാഖ്യാനിക്കുക. വാക്യാർത്ഥ വ്യാഖ്യാനം, പദങ്ങൾ, ഏകപദങ്ങൾ, സമസ്ത പദങ്ങൾ, ഇവയെല്ലാം ക്രിയകളോട് കൂടിച്ചേർന്ന് പൂർണ്ണമായ വാക്യങ്ങളാകും. ആ വാക്യങ്ങളെ വ്യാഖ്യാനിക്കുക. ഓരോ പദത്തെയും പല പദങ്ങൾ കൂടിച്ചേരുന്ന സമസ്ത പദങ്ങളെ, ഇവയെല്ലാം കൂടിച്ചേർന്ന് ക്രിയയോട് കൂടിച്ചേർന്നിരിക്കുന്ന വാക്യങ്ങളെ എല്ലാം ശാസ്ത്രീയമായ രീതിയിൽ അവർ വ്യാഖ്യാനിച്ചു എന്നാണ്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ട ന്യായം, യുക്തി, പൂർവപക്ഷ സമാധാനം, അതാണ് ന്യായം എന്ന് പറയുന്നത്. പദശ്ചേദ പദാർത്ഥോക്തി വിഗ്രഹോ വാക്യയോജന ആക്ഷേപശ്ച സമാധാനം. വ്യാഖ്യാനത്തിൽ ഇത്രയും കാര്യങ്ങൾ വേണമെന്നാണ്. ശാസ്ത്രീയ പദ്ധതി അനുസരിച്ച് ഒരു ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ പദാർത്ഥോക്തി, ഓരോ പദത്തിന്റെയും അർത്ഥത്തെ, അത് ഏക പദമായാലും ശരി, സമസ്ത പദമായാലും ശരി. പദച്ഛേദം, അത് കൂടിച്ചേർന്നിരിക്കുന്ന പദങ്ങളെ ഛേദിക്കണം, സമസ്ത പദങ്ങളെ വിഗ്രഹിക്കണം. രണ്ട് പദങ്ങൾ കൂട്ടിച്ചേർത്ത് ഒന്നാക്കി വയ്ക്കും. അതിനെ ശരിയായ രീതിയിൽ വിഗ്രഹിക്കണം. വിഗ്രഹിക്കുക എന്ന് വെച്ചാൽ സമാസ നിയമങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. എന്ത് സമാസമാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്, സമാസങ്ങൾ മാറുന്നതനുസരിച്ച് അർത്ഥവ്യത്യാസം വരും. അമീവ, ഭാവൻ, ബഹുവ്രീഹി, ദ്വന്ദ്വൻ, തത്പുരുഷൻ എന്നെല്ലാം പറയുന്ന സമാസങ്ങൾ, ആ നിയമങ്ങൾ, ഭാഷാ നിയമങ്ങളനുസരിച്ച് പദച്ഛേദം, പദാർത്ഥം, വിഗ്രഹം, അതിനൊക്കെയാണ് പറയുന്നത് സമസ്ത പദങ്ങളെ വിഗ്രഹിക്കുക. ഓരോ പദത്തിന്റെ അർത്ഥം പ്രത്യേകം പറയുക, പിന്നെ അതിനെ വിഗ്രഹിച്ച് സമാസങ്ങൾ കണ്ടുപിടിച്ച് സമാസത്തിനനുസരിച്ചുള്ള അർത്ഥത്തെ പറയുക.
പിന്നെ ഇതിനെല്ലാം പരസ്പരം പദങ്ങളെ ക്രിയകളോടുകൂടി അന്വയിച്ച് വാക്യയോജന, അങ്ങനെ വാക്യാർത്ഥത്തെ കണ്ടുപിടിക്കുക. പിന്നെ വരുന്നത് ന്യായം, അതാണ് ആക്ഷേപശ്ച സമാധാനം. അതിനാണ് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത് പദ പദാർത്ഥ വാക്യാർത്ഥ ന്യായം, ആക്ഷേപ സമാധാനങ്ങൾ, പൂർവപക്ഷ സിദ്ധാന്തങ്ങൾ. ഒരാശയം വരുമ്പോൾ അതിന് പ്രതികൂലമായ ആശയങ്ങളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് അതിനെ നിഷേധിച്ച് സിദ്ധാന്തത്തെ ഉറപ്പിക്കുക. ഈ രീതിയിൽ അനേക ആചാര്യന്മാർ മുമ്പ്, ഭാഷ്യകാരന് മുമ്പ് ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്നാണ്. അപ്പി അങ്ങനെയാണെങ്കിലും അനേക ആചാര്യന്മാരുടെ വ്യാഖ്യാനങ്ങളുണ്ട്. എന്ത് സംഭവിച്ചു? അത്യന്ത വിരുദ്ധ അനേകാർത്ഥത്വേന. വ്യാഖ്യാനങ്ങളിൽ വിരുദ്ധാർത്ഥവും അനേകാർത്ഥവും വന്നു. രണ്ടു ദോഷം വന്നു. അത്യന്ത വിരുദ്ധമായ അർത്ഥങ്ങൾ വന്നു. എന്നുവെച്ചാൽ പറയുന്നിടത്ത് തന്നെ പരസ്പര വിരോധം വന്നു. ആദ്യം പറയുന്നതല്ല അവസാനം പറയുന്നത്, അങ്ങനെ വന്നു. അനേകാർത്ഥങ്ങൾ വന്നു, അനേക താല്പര്യങ്ങൾ വന്നു. ഗീതാശാസ്ത്രത്തിന്റെ താല്പര്യം ഒരിടത്ത് ചെന്നെത്തിയില്ല, മറിച്ച് പല സ്ഥലങ്ങളിൽ പോയി, പല താല്പര്യങ്ങളും എത്തിച്ചേർന്നു. അങ്ങനെ വിരുദ്ധാർത്ഥവും അനേകാർത്ഥവും വന്നു കഴിഞ്ഞു. അതാണ് അത്യന്ത വിരുദ്ധ അനേകാർത്ഥത്വം. അതാണ് ഭാഷ്യകാരൻ പൂർവ്വഭാഷ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ട ഇതൊക്കെയാണ്. ഭാഷ്യം എന്തുകൊണ്ട് രചിക്കേണ്ടി വന്നു അതിന്റെ സന്ദർഭത്തിൽ പറയുകയാണ്. ഇതിന്റെ താല്പര്യത്തെ അവർക്ക് ശരിയായ രീതിയിൽ വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇതിങ്ങനെ വന്നതുകൊണ്ട് ലൗകികൈഹി ഗൃഹ്യമാണ്. എങ്ങനെയാണോ വ്യാഖ്യാതാക്കൾ രചിച്ചത് അതുപോലെയാണ് ശ്രോതാക്കൾ അതിനെ ഗ്രഹിക്കുന്നത്. ലൗകികരായിട്ടുള്ള, അതായത് ലൗകികരെന്ന് പറയുന്നവരെ ഈ വ്യാഖ്യാനങ്ങളെ ആശ്രയിച്ച് ഗീതാശാസ്ത്രത്തിന്റെ താല്പര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ, അതാണ് ലൗകികർ. ദുർവിജ്ഞേയ അർത്ഥമായിരിക്കുന്നതുകൊണ്ട് ഒരു വ്യാഖ്യാനത്തിന്റെ, ഭാഷ്യത്തിന്റെ സഹായം കൂടാതെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ലൗകികർ ഈ ഭാഷ്യത്തെ സഹായത്തോടുകൂടി ഗീതാശാസ്ത്രത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്കെന്താണ് അനുഭവപ്പെട്ടത്? അത്യന്ത വിരുദ്ധ അനേകാർത്ഥത്വം. വിരുദ്ധമായ അനേകാർത്ഥങ്ങളാണ് അവർക്ക് അനുഭവപ്പെട്ടതാണ്. ലൗകികൈഹി ഗൃഹ്യമാണ്, അനേകാർത്ഥത്വേന ലൗകികൈഹി ഗൃഹ്യമാണ്. പക്ഷെ ആചാര്യന്മാർ വിവൃത പദ പദാർത്ഥ വാക്യാർത്ഥ ന്യായം അവരുടെ കഴിവുകളും ഉപയോഗിച്ചു വിശദമായി വ്യാഖ്യാനിച്ചെങ്കിലും സാധാരണക്കാർക്ക് എന്ത് ചെയ്തു? ഇത് അനേകാർത്ഥമായും വിരുദ്ധാർത്ഥമായും ഗ്രഹ്യമാണ്. അവരതങ്ങനെ ഗ്രഹിക്കുന്നത് കണ്ടിട്ട്, ഉപലഭ്യ, അത് കണ്ടിട്ട് സാധാരണ മനുഷ്യർക്ക് ആശയവ്യക്തത ഉണ്ടാകുന്നില്ല, മറിച്ച് ആശയക്കുഴപ്പം ഉണ്ടാകുന്നു എന്നുള്ളതിനെ കണ്ടിട്ട് ഞാൻ ഒടുവിൽ തന്റെ കാലം വന്നപ്പോഴേക്കും, ഭാഷ്യകാരന്റെ സമയമായപ്പോഴേക്കും വിവേകത അർത്ഥ നിർദ്ധാരണാർത്ഥം, വിവേകപൂർവമായി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, വിരുദ്ധാർത്ഥവും അനേകാർത്ഥവും ഇതിൽ വന്നു. അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി ഉപദേശത്തിൽ വരുന്ന ഭേദങ്ങൾ അധികാരിയുടെ ഭേദമനുസരിച്ചാണ്. നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത്തരം ഭേദങ്ങളെ കണക്കിലെടുക്കാതെ വ്യാഖ്യാനിക്കുമ്പോഴാണ് ആശയത്തിൽ അവ്യക്തത ഉണ്ടാകുന്നത്. വിവേകപൂർവം വ്യാഖ്യാനിക്കുക എന്ന് പറയുമ്പോൾ ഗീതയിലെ ഉപദേശങ്ങൾ ഭിന്ന അധികാരികൾക്ക് വേണ്ടി ഭിന്ന ഉപദേശം. കർമ്മയോഗം, അതനുഷ്ഠിക്കുന്നതിന് അധികാരിയായിട്ടുള്ളവന് കർമ്മയോഗം. ജ്ഞാനനിഷ്ഠ, അതിന് അധികാരിയായിട്ടുള്ളവന് ജ്ഞാനനിഷ്ഠ എന്നിങ്ങനെ വിവേചനം ചെയ്ത് ഈ ആശയങ്ങളിൽ പരസ്പര സങ്കരം സംഭവിക്കാതെ അർത്ഥനിർദ്ധാരണാർത്ഥം, ആ രീതിയിൽ ഈ ശാസ്ത്രത്തിന്റെ അർത്ഥം നിർണയിക്കുന്നതിന് വേണ്ടി സംക്ഷേപത വിവരണം കരിഷ്യാമി, വളരെ സംക്ഷേപിച്ച് ഇതിന്റെ വിവരണം ചെയ്യുന്നു എന്നാണ്. സംക്ഷേപം എന്ന് പറയുമ്പം ഒരു ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനം, അതിന്റെ സംക്ഷേപം എന്ന് പറയുന്നത് രണ്ടു തരത്തിൽ വരാം.
അർത്ഥസംക്ഷേപം ശബ്ദസംക്ഷേപം. അർത്ഥത്തെ സംക്ഷേപിക്കുക, ശബ്ദത്തെ സംക്ഷേപിക്കുക. ഇവിടെ സംക്ഷേപം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശബ്ദം സംക്ഷേപിച്ച് കുറച്ച് ശബ്ദങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ്. നമ്മുടെ ദൃഷ്ടിയിൽ ശബ്ദം കൂടുതലാവും, പക്ഷേ ഭാഷ്യകാരന്റെ ദൃഷ്ടിയിൽ ശബ്ദം കുറവാണ്. ചെറിയൊരു വ്യാഖ്യാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ചെറുതല്ല, വളരെ വലുതാണ്. പക്ഷെ ഇവിടെ അർത്ഥത്തെ അല്ല, ആ ശബ്ദത്തെ ചുരുക്കി അർത്ഥത്തെ മുഴുവൻ പ്രകടമാക്കി. അർത്ഥത്തെ സംക്ഷേപിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും ഗ്രഹിക്കുന്നതിന്. അർത്ഥത്തെ വിശദമാക്കിക്കൊണ്ട് ചുരുങ്ങിയ ശബ്ദങ്ങളിൽ വിവരണം, ഈ ഗീതാശ്ലോകങ്ങളുടെ വിവരണം, വ്യാഖ്യാനം ഞാൻ ചെയ്യുന്നു എന്നാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടൊരു ഭാഷ്യം രചിക്കേണ്ടി വന്നു, ഈ ഭാഷ്യം ഏത് സന്ദർഭത്തിലാണ് രചിച്ചത്, ഈ ഭാഷ്യം ആർക്കു വേണ്ടിയാണ് രചിച്ചത്, ഈ ഭാഷ്യത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാമാണ് ഭാഷ്യകാരനിലൂടെ ഈ സന്ദർഭത്തിൽ പറയുന്നത്. അതുകൊണ്ട് മുമ്പ് ഭാഷ്യങ്ങളില്ലാത്തതുകൊണ്ടല്ല, ഈ ഭാഷ്യത്തെ അധികാരി ഭേദമനുസരിച്ച് ഉപദേശഭേദം എന്നുള്ള ന്യായം അനുസരിച്ചിവിടെ വിശദീകരിച്ചിരിക്കുന്നു എന്നാണ്. അതിന്റെ പ്രയോജനത്തെക്കുറിച്ച് പറയുന്നു. തസ്യ അസ്യ ഗീതാശാസ്ത്രസ്യ സംക്ഷേപതഃ പ്രയോജനം പരം നിശ്രേയസം സഹേതുകസ്യ സംസാരസ്യ അത്യന്ത ഉപരമലക്ഷണം. തസ്യ ഗീതാശാസ്ത്രസ്യ, ഈ ഗീതാശാസ്ത്രത്തിന്റെ, ഇപ്രകാരമുള്ള ഗീതാശാസ്ത്രം എന്നുവെച്ചാൽ വളരെ ദുർവിജ്ഞേയാർത്ഥവും ഭഗവാൻ തന്നെ നേരിട്ട് ഉപദേശിച്ചതും അനേകം പേർ വ്യാഖ്യാനിച്ചതും ഇങ്ങനെ പലതരത്തിലും മുമ്പ് പരാമർശിച്ചതായ ഈ ഗീതാശാസ്ത്രത്തിന്റെ പ്രയോജനം എന്താണ്? പരം നിശ്രേയസം, മോക്ഷമാണ് ശാസ്ത്രത്തിന്റെ പ്രയോജനം. ആദ്യം തുടങ്ങിയ ദിവസം തന്നെ ആ കാര്യം ചർച്ച ചെയ്തതാണ്. പരം പ്രയോജനം, പരവുമായ പ്രയോജനം, അത് മോക്ഷമാണ് എന്ന് പറയുമ്പോൾ മറ്റു പ്രയോജനങ്ങളും ഉണ്ടെന്നുള്ളതാണ്. സംക്ഷേപത ഞാൻ ചുരുക്കി പറയുന്നു എന്നാണ് പറയുന്നത്. നിശ്രേയസം, മോക്ഷമാണ്. നിശ്രേയസം എന്ന് പറയുന്നത് എന്താണ്? സഹേതുകസ്യ സംസാരസ്യ അത്യന്ത ഉപരമലക്ഷണം. സഹേതുകമായിരിക്കുന്ന സംസാരം, സഹേതുകം കാരണത്തോടു കൂടിയത്, ഈ സംസാരം, ജനനമരണങ്ങൾ, ജീവന്റെ ജനനമരണങ്ങൾ. ജീവന്റെ ജനനമരണം കാരണത്തോടു കൂടിയതാണ്. അതിനൊരു കാരണമുണ്ട്, അതാണ് ജ്ഞാനം, അവിദ്യ, മായ എന്നെല്ലാം പറയും. അങ്ങനെയുള്ള ആ ജനനമരണങ്ങളുടെ, പിന്നെ ആ ജനനമരണങ്ങളിൽ വരുന്ന സുഖദുഃഖാദി അനുഭവങ്ങളുടെ അത്യന്ത ഉപരമം, അത്യന്തമായിട്ടുള്ള ഉപരമം. അത്യന്തമായ ഉപരമം എന്ന് പറഞ്ഞാൽ ആ ഉപരമം പൂർണ്ണമായിരിക്കണം. പിന്നീട് ഒരിക്കലും അത് ആവർത്തിക്കരുത്, വീണ്ടും ഇത് ആവർത്തിക്കരുത്. അതുകൊണ്ടാണ് അത്യന്തമായ ഉപരമം, അത്യന്തമായ ശാന്തി. ഏതിന്റെ? ഈ സംസാരത്തിന്റെ ശാന്തി. അത് അത്യന്തമായിരിക്കണം. ഒരിക്കലും സംസാരം നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും വരരുത്. ആ നാശം പൂർണ്ണമായിരിക്കണം. അങ്ങനെയുള്ള ഉപരമം, അതാണ് അതിന്റെ സ്വരൂപം. എന്താണ്? നിശ്രേയസത്തിന്റെ. അങ്ങനെയുള്ള നിശ്രേയസമാണ് ഇതിന്റെ മുഖ്യമായ പ്രയോജനം എന്നാണ്. ആ മുഖ്യമായ പ്രയോജനം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഈ ഗീതാശാസ്ത്രത്തിന്റെ ശ്രവണ മനനാദികൾക്ക് ഇവിടെ പറയും എന്താണ്? സർവപുരുഷാർത്ഥ സിദ്ധി. ഇതുകൊണ്ട് സർവപുരുഷാർത്ഥങ്ങളും സിദ്ധിക്കും, അതുണ്ടാകും. സർവപുരുഷാർത്ഥങ്ങളും ഇതിന്റെ ഫലമാണെന്ന് പറയുമ്പോൾ അതിലെല്ലാം അടങ്ങിക്കഴിഞ്ഞു. ധർമാർത്ഥകാമ മോക്ഷങ്ങളെല്ലാം ഇതുകൊണ്ട് സാധിക്കാം. എങ്കിലും ഇതിന്റെ മുഖ്യമായ പ്രയോജനം മോക്ഷമാണ്, സംസാരത്തിന്റെ അത്യന്തമായ ഉപരമമാണ്. അതിൽ തന്നെ ആ സംസാരത്തിന്റെ അത്യന്തമായ ഉപരമത്തിന് സഹായിക്കുന്ന മറ്റു കാര്യങ്ങളെല്ലാം ഈ ഗീതാശാസ്ത്രത്തിന്റെ പ്രയോജനമാണ്.
മോക്ഷത്തിന് സാക്ഷാത് സഹായിക്കുന്ന എന്താണ്? ഈ ഗീതാശാസ്ത്രത്തിന്റെ ശ്രവണ മനനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ആത്മബോധം. അത് മാത്രമല്ല ഇതിന്റെ പ്രയോജനം, അതിന് സഹകാരിയായിട്ട് വരുന്ന സർവവും ശമദമാദി സാധനകൾ എല്ലാം, ഇതെല്ലാം ഇതിന്റെ പ്രയോജനമാണ്. അതുകൊണ്ടാണ് മുഖ്യപ്രയോജന മോക്ഷം എന്ന് പറഞ്ഞത്. ശാസ്ത്രശ്രവണം കൊണ്ട് ഒരാൾക്ക് മോക്ഷം എന്ന് പറയുന്ന ഒന്ന് മാത്രമേ സംഭവിക്കൂ എന്നല്ല, ചിത്തശുദ്ധി ഉൾപ്പെടെയുള്ള സർവ്വകാര്യങ്ങളും അതുകൊണ്ട് സംഭവിക്കുന്നു. അതെല്ലാം ശാസ്ത്രത്തിന്റെ അവാന്തര പ്രയോജനങ്ങളാണ്. ചിത്തശുദ്ധി സംഭവിക്കുന്നു, മനസ്സിന്റെ ഏകാഗ്രത സംഭവിക്കുന്നു, ദമാദികൾക്ക് വൃദ്ധി ഉണ്ടാകുന്നു. അങ്ങനെ ആധ്യാത്മികമായ സർവ കാര്യങ്ങളും ഈ ശാസ്ത്ര ശ്രവണം കൊണ്ടുണ്ടാകുന്നു. മുഖ്യമായ പ്രയോജനം മോക്ഷം. ആ മോക്ഷം എങ്ങനെ? തന്റെ സിദ്ധാന്തം പറയുകയാണ് ഇവിടെ ഭാഷ്യകാരൻ ഗീതാശാസ്ത്രത്തിൽ ആവിഷ്കരിക്കുന്ന തന്റെ സിദ്ധാന്തത്തെ ആദ്യം മുഖ്യമായി ഇവിടെയാ പറയുന്നത്. തച്ച സർവകർമാസന്യാസപൂർവകാത് ആത്മജ്ഞാനനിഷ്ഠാ രൂപാത് ധർമാത് ഭവതി. ഗീതയിലൂടെ ശങ്കരാചാര്യർ എന്തു പറയുന്നു അത് ഒറ്റ വാക്യത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇനി വരുന്ന മുഴുവൻ ഇതിന്റെ വിശദീകരണമാണ്, അല്ലെങ്കിൽ ഇതിന്റെ ആവർത്തനമായിരിക്കും. ഈ സിദ്ധാന്തത്തെ ഉറപ്പിക്കുന്നതിനും ഈ സിദ്ധാന്തത്തിനെതിരായി വരുന്ന ആശയങ്ങളെ നിരാകരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇനി വരുന്ന ഭാഷ്യം മുഴുവൻ. ഇതിന്റെ ആവർത്തനം ഇനി പല ഭാഗത്തും കാണും. എന്താണ്? സർവകർമ്മ സന്യാസപൂർവകാത് ആത്മജ്ഞാനനിഷ്ഠ രൂപാത് ധർമാത് ഭവതി നിശ്രേയസം എന്നാണ്. ഇതാണ് ഗീതാഭാഷ്യത്തിന്റെ താല്പര്യം. നമ്മൾ ചിന്തിക്കുകയാണ്, എന്താണ് ഗീതയിൽ ശങ്കരാചാര്യർ എഴുതിയിരിക്കുന്ന ഭാഷ്യത്തിന്റെ താല്പര്യം എന്താണ്? ഇത്രയും മനസ്സിലാക്കിയാൽ മതി. തച്ച തത് നിശ്രേയസം. മോക്ഷം എങ്ങനെ സംഭവിക്കുന്നു? സർവകർമ്മസന്യാസപൂർവകമായ, നേരത്തെ പറഞ്ഞല്ലോ, വൈദികം ധർമ്മദ്വയം, വൈദികമായ രണ്ട് ധർമ്മത്തെ അർജുനന് വേണ്ടി ഉപദേശിച്ചു. ഒന്ന് പ്രവൃത്തിമാർഗം, മറ്റൊന്ന് നിവൃത്തിമാർഗം. ഇതാണ് ഭഗവാൻ ആദ്യം പ്രജാപതികൾക്കും മരീച്യാദികൾക്കുമായി ഉപദേശിച്ചത്. അതിനുള്ള പ്രവൃത്തിമാർഗം, അതിനെയാണ് സർവകർമ്മം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രജാപതികൾക്ക് ഉപദേശിച്ച ആ കർമ്മനിഷ്ഠ, വേദോക്തമായ ധർമ്മം, അതും ശ്രദ്ധിക്കണം. വേദോക്തമായ ആ കർമ്മങ്ങളെ, അതാണ് ഇവിടെ സർവകർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമേ പറഞ്ഞല്ലോ, വേദോക്തമായ ധർമ്മദ്വയം അത് ഉപദേശിച്ചു. അങ്ങനെ വേദോക്തമായ ആ സർവകർമ്മങ്ങളുടെയും സന്യാസം, അതാണ് ശങ്കരാചാര്യർ ഉദ്ദേശിക്കുന്നത്. പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആശയക്കുഴപ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത്. വേദോക്തമായ കർമ്മങ്ങളുടെ, അത് സർവകർമ്മങ്ങളുടെയും, സർവകർമ്മം എന്ന് പറയുന്നത് എന്തിനാ? നിത്യം, നൈമിത്തികം, കാമ്യം, നിഷിദ്ധം, അങ്ങനെ നാലായിട്ട് അതിനെ വിഭജിച്ചിരിക്കുന്നു. വേദോക്ത കർമ്മങ്ങൾ, നിത്യകർമ്മങ്ങൾ, നൈമിത്തിക കർമ്മങ്ങൾ, കാമ്യകർമ്മങ്ങൾ, നിഷിദ്ധകർമ്മങ്ങൾ. സ്വർഗാദി ഫലങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാമ്യകർമ്മങ്ങൾ, വേദത്തിൽ തന്നെ അരുത് എന്ന് പറഞ്ഞ് നിഷേധിച്ചിട്ടുള്ള നിഷിദ്ധകർമ്മങ്ങൾ, ഗൃഹസ്ഥന്മാരും മറ്റും ഓരോ നിമിത്തങ്ങളെ മുൻനിർത്തി ചെയ്യുന്ന നൈമിത്തിക കർമ്മങ്ങൾ, പുത്രജന്മം തുടങ്ങിയ നിമിത്തങ്ങളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന നൈമിത്തിക കർമ്മങ്ങൾ വേദത്തിൽ പറഞ്ഞിട്ടുള്ളൂ. നിത്യകർമ്മങ്ങൾ, നിത്യാഗ്നിഹോത്രം തുടങ്ങിയവ. ഇങ്ങനെയുള്ള നാലായി വിഭജിച്ചിരിക്കുന്ന വേദകർമ്മങ്ങളാണ് ഇവിടെ സർവകർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സർവകർമ്മ സന്യാസപൂർവക ശങ്കരാചാര്യർ ഇത് വ്യാഖ്യാനിക്കുന്ന സമയത്ത് വൈദിക ധർമ്മം ആയിരുന്നു മുഖ്യമായ ചർച്ചാ വിഷയം. അതായത് വർണ്ണ, നേരത്തെ പറഞ്ഞു, ആശ്രമ വ്യവസ്ഥകളിൽ നിന്നിരുന്ന ധർമ്മം, മുഖ്യമായും വൈദിക ധർമ്മമായിരുന്നു. അവർണ ആശ്രമ വ്യവസ്ഥകൾക്ക് വിധേയമായി നിന്ന ധർമ്മങ്ങൾ,
ആ ധർമ്മങ്ങളുടെ പൂർണ്ണത്യാഗം, സർവകർമ്മത്യാഗം. ആ പശ്ചാത്തലം നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് ഈ ഗീതാഭാഷ്യം. ഇന്നത്തെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മളിത് മനസ്സിലാക്കിയാൽ പല ആശയക്കുഴപ്പങ്ങളും വരും. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആ കാലത്തിലേക്ക് പോകണം. ആ കാലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനെ മനസ്സിലാക്കണം. എന്നാൽ ഈ സർവകർമ്മ സന്യാസത്തിന്റെയും മറ്റും താല്പര്യം നമുക്ക് പിടികിട്ടും. ഇന്ന് നമുക്ക് പരിചയമുള്ള സർവകർമ്മങ്ങളും ഇവിടെ പറയുന്ന സർവകർമ്മവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സർവകർമ്മങ്ങളാണ്. വേദത്തെ പ്രമാണമായി സ്വീകരിച്ച് വൈദികമായ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചു വന്നിരുന്ന ഒരു വിഭാഗം, ഒരു സമൂഹത്തിനോട് പറഞ്ഞ കാര്യങ്ങളാണത്. അതുമായി ബന്ധമില്ലാത്ത സാധാരണ ലൗകിക മനുഷ്യരാണ് ഇന്നിത് കേൾക്കുന്നതും ചിന്തിക്കുന്നതും. അതിൻ്റെതായ വ്യത്യാസമുണ്ടാകും. അപ്പം നമ്മൾ ജനിച്ച് വളരുന്ന ഒരന്തരീക്ഷം, നമ്മൾ ജനിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സംസ്കാരം, ഇത്തരമൊരു സംസ്കാരത്തോടു കൂടിയ മനുഷ്യർക്കല്ല ഈ ഭാഷ്യം രചിച്ചത്. വൈദിക സംസ്കാരത്തിൽ ജനിച്ചു വളർന്നു വരുന്ന ഒരു സമൂഹത്തോട്, ഒരു വിഭാഗത്തോടാണ് ഈ ഭാഷ്യം ഉപദേശിച്ചത്. അപ്പോൾ കാലത്തിന്റെ വ്യത്യാസം, അനുഷ്ഠാനങ്ങളുടെ വ്യത്യാസം, സംസ്കാരത്തിന്റെ വ്യത്യാസം എല്ലാം ഉണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തിട്ട് വേണം ഇതിന്റെ താല്പര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ സർവകർമ്മസന്യാസപൂർവകമായ ഈ ഭാഷ്യം എന്ന് കേൾക്കുമ്പോൾ പലർക്കും പേടിയാണ്. എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, സ്വാമി അത് വേണോ, ഭാഷ്യം ഇവിടെ പഠിപ്പിക്കണം. എന്തുകൊണ്ടാണ്? സുനാമിയുടെ വർക്കൊക്കെ നടക്കുകയാണ്. ഇതൊക്കെ പഠിച്ചിട്ടെല്ലാവരും ഇത് ഉപേക്ഷിച്ച് പോയാൽ ഇവിടെ പ്രശ്നമായി തീരും. സ്വാമിയായിട്ട് ഇവിടെ ഒന്ന് ആശ്രമത്തിൽ പ്രശ്നം ഉണ്ടാക്കരുത്. അതുകൊണ്ട് നമുക്ക് ഗീത വളരെ സിമ്പിളായിട്ട് അതിന്റെ കാര്യം മാത്രം പറഞ്ഞു പോയാൽ പോരെ. ഭാഷ്യത്തിന്റെ ആവശ്യമുണ്ടോ? ഇതൊരു കടന്ന കൈയല്ലേ എന്ന് പറഞ്ഞാൽ ഭാഷ്യത്തിന്റെ ആശയം സാധാരണ മനസ്സിലാക്കുന്നത് ഇത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കാതെയാണ്. ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പല പദങ്ങൾക്കും നമുക്ക് പരിചയമുള്ള അർത്ഥമാണ് കൊടുക്കുന്നത് വ്യാഖ്യാതാക്കൾ. കാലപരിഗണനയോ ശാസ്ത്രത്തിന്റെ സാങ്കേതിക പരിഗണനകളോ ഒന്നും കൊടുക്കാറില്ല. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഒരു കാര്യമാണെന്നുള്ളത് പോലും വ്യാഖ്യാതാക്കൾ ചിന്തിക്കാറില്ല. അങ്ങനെ വ്യാഖ്യാനിച്ച് ആൾക്കാരിൽ ഇതിനെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ ഞാനൊരു ഗീതാ പ്രഭാഷണം യാദൃശ്യമായിട്ട് കേൾക്കാനിടയായി. അറിഞ്ഞുകൊണ്ട് കേൾക്കാറില്ല, അബദ്ധത്തെ പറ്റിയാണ്. അപ്പോ ഒരാൾ ഈ കർമ്മത്തെ വ്യാഖ്യാനിക്കുകയാണ്. സർവകർമ്മം, കർമ്മങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പമൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. അതായത് ഈ ന്യായശാസ്ത്രത്തിന്റെ വെറും ബാലപാഠം, ഇഞ്ച് അല്ല, ബാലപാഠം എന്ന് പറഞ്ഞാൽ അതിന്റെ എൽ കെ ജിയിലെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് തർക്കസംഗ്രഹം എന്ന് പറയുന്നത്. ചിലരൊക്കെ പഠിച്ചിരിക്കും. അതിൽ കർമ്മങ്ങളെ വിഭജിക്കുന്നുണ്ടോ? ഉക്ഷേപണം, അപക്ഷേപണം, ആകുഞ്ചനം, പ്രസാരണം, ഗമനം എന്നൊക്കെ പറഞ്ഞു. അതായത് സാധാരണ ഈ ജഡവസ്തുക്കളിൽ വരുന്ന ചലനം, ആ ചലനത്തെ വ്യാഖ്യാനിക്കുകയാണ്. അപ്പൊ ഗീതയുടെ ഈ കർമ്മം എന്ന് പറയുന്നതിന് അതിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് മറ്റൊരു ശാസ്ത്രമാണ്. അവിടെ പറയുന്ന കർമ്മം അല്ലെങ്കിൽ ചലനം മറ്റൊന്നാണ്. ഇവിടെ പറയുന്ന കർമ്മം എന്ന് പറയുന്നത് കാര്യം വേറെയാണ്. ഇവിടെ പറയുന്ന വൈദിക ധർമ്മത്തെക്കുറിച്ചാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ബോധവുമില്ലാതെ ഒരാള് ഗീത വ്യാഖ്യാനിക്കുന്നത് കേട്ടു. അത് കേട്ടുകൊണ്ടിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു
ഗംഭീരമായ വ്യാഖ്യാനം. ഈ സ്വാമി എത്ര പണ്ഡിതനാണ്, എന്തൊക്കെയാ പറയുന്നത്, ഉക്ഷേപണം അവക്ഷേപണം, നമ്മളിത് ആദ്യം കേൾക്കുകയാണ്. ഈ സ്വാമി പറഞ്ഞില്ലെങ്കിൽ നമ്മളിത് എങ്ങനെ കേൾക്കുമായിരുന്നു? വലിയ പണ്ഡിതൻ. കാരണം നമുക്കറിയാൻ വയ്യാത്ത ഏതെങ്കിലും ഒരു സംസ്കൃത പദം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അയാൾ പണ്ഡിതനായി, അറിവുള്ളവനായി. അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ വ്യാഖ്യാനങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ ഇതിനെയൊക്കെ ഭയക്കുന്നത്. ഭാഷ്യം പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എല്ലാ കർമ്മവും ഉപേക്ഷിച്ച് ഇനി പുതിയൊരു സന്യാസത്തിന്, ഇതുവരെയുള്ള സന്യാസമല്ല, പുതിയൊരു സന്യാസം അതിന് പോകുമെന്നൊക്കെയുള്ള സംശയങ്ങളെല്ലാം അസ്ഥാനത്താണ്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കിയാൽ അങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങളൊന്നും വരത്തില്ല. ഇത് ഭാഷ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് ഒരു വർക്കിനും തടസ്സമല്ല, അതെല്ലാം നടന്നുകൊണ്ടിരിക്കും. ഇവിടെ പറയുന്ന സർവകർമ്മ സന്യാസം അതിവിടെ ആർക്കും പ്രാപ്തമേ അല്ല. അതായത് നിത്യ നൈമിത്തിക കാമ്യ നിഷിദ്ധ കർമ്മങ്ങൾ ഇതെല്ലാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവരോടാണ് പറയുന്നത് എന്താണ് ഇതിനെ ത്യജിക്കാൻ. ഇതാരാ അനുഷ്ഠിക്കുന്നത്? ഇതെന്താണെന്ന് കേൾക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ്. പിന്നെ അത് അനുഷ്ഠാനത്തിന്റെ പ്രശ്നമേ വരുന്നില്ല. വൈദികമായ ധർമ്മങ്ങളെല്ലാം നശിച്ചുപോയി, അല്ലെങ്കിൽ ആ ധർമ്മ വ്യവസ്ഥയനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം തന്നെ ഇന്നില്ല. അപൂർവം വ്യക്തികൾ ഭാഗികമായി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ അതൊരു സമൂഹമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കർമ്മങ്ങളുടെ അനുഷ്ഠാനമോ ത്യാഗമോ ഇന്ന് പ്രസക്തമേ അല്ല. അതുകൊണ്ട് സർവകർമ്മ സന്യാസം അത് കേൾക്കുമ്പോൾ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള സർവകർമ്മ സന്യാസപൂർവകാത് ആത്മജ്ഞാനനിഷ്ഠാരൂപാ ധർമാ, ആ സർവകർമ്മ സന്യാസപൂർവകമായ ആത്മജ്ഞാനനിഷ്ഠ, അതാണ് നേരത്തെ പറഞ്ഞ നിവൃത്തി മാർഗം. ധർമ്മദ്വയം നിഷ്ഠാദ്വയം എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിൽ ഒന്ന് വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് പോവുക, രണ്ട് ആ വൈദികമായ കർമ്മങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ജ്ഞാനനിഷ്ഠയിൽ, ജ്ഞാനനിഷ്ഠാരൂപ ധർമ്മ, അതും ഒരു ധർമ്മമാണ്. ജ്ഞാനനിഷ്ഠയും ധർമ്മമാണ്. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക മാത്രമല്ല, ജ്ഞാനനിഷ്ഠയാകുന്ന ധർമ്മം. ആ ജ്ഞാനനിഷ്ഠയാകുന്ന ധർമ്മം കൊണ്ട് ഭവതി എന്താണ്, നിശ്രേയസം ഭവതി എന്നാണ്. ഇതിൽ തന്നെ ഈ സർവകർമ്മ സന്യാസം ഈ ഭാഗത്തിലാണ് ഈ വ്യാഖ്യാതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. ആ സർവകർമ്മ സന്യാസം എങ്ങനെ സംഭവിക്കണം, അത് ആർക്കാണ് സംഭവിക്കേണ്ടത്? സർവകർമ്മ സന്യാസപൂർവകമായ ആത്മജ്ഞാന നിഷ്ഠ കൊണ്ട് മോക്ഷം സംഭവിക്കുമെന്ന് പറയുമ്പോഴും അർജുനോട് ഭഗവാൻ എന്താണ് പറയുന്നത്? കുരു കർമ്മൈവ തസ്മാത്വം, നീ കർമ്മം തന്നെ ചെയ്യണം. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിത ജനകാദേഹ, ജനകാദിമാർ മോക്ഷത്തെ പ്രാപിച്ചത് ഈ കർമ്മം കൊണ്ട് തന്നെയാണ്. മാം അനുസ്മര യുദ്ധ്യജ, നീ എന്നെ തന്നെ അനുസ്മരിക്കുക, യുദ്ധവും ചെയ്യുക. മയ്യ അർപ്പിത മനോബുദ്ധി, എന്നിൽ മനസ്സും ബുദ്ധിയെല്ലാം അർപ്പിച്ച് നിന്റെ പ്രവൃത്തി ചെയ്യുക. അങ്ങനെ കർമ്മ അനുഷ്ഠാനത്തിന്, കർമ്മസന്യാസത്തിന്, കർമ്മസന്യാസത്തിന്റെ പല ഭാവങ്ങളെ വിശദീകരിക്കുന്നു. നൈഷ്കർമ്മ്യസിദ്ധിം പരമാം സന്യാസേന അധിഗച്ഛതി, പരമമായ നൈഷ്കർമ്മ്യസിദ്ധി അത് സന്യാസം കൊണ്ട് നേടുന്നു. ഇങ്ങനെ പലതരത്തിൽ ഈ സന്യാസത്തെക്കുറിച്ച് പറയും. അത് തന്നെ വ്യാഖ്യാതാക്കൾ പലതരത്തിൽ. ഇപ്പോ അർജുനോട് പറയുന്നത് എന്താണ്? കർമ്മണ്യേവ അധികാരസ്ഥേ, കർമ്മത്തിലാണ് നിനക്ക് അധികാരം, കർമ്മമാണ് നീ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്നതാണ് സർവധർമാൻ പരിത്യജ്യ, സർവധർമ്മങ്ങളെയും പരിത്യജിക്കുക. ഇങ്ങനെ പറയുന്ന ഭാഗങ്ങളിൽ ശ്രോതാക്കൾക്ക് ആശയക്കുഴപ്പങ്ങൾ വരാം.
അത്തരം കാര്യങ്ങളെല്ലാം വിശദീകരണങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകും. തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ആചാര്യസ്വാമികൾ തന്റെ സിദ്ധാന്തം ഇവിടെ ആവിഷ്കരിക്കുകയാണ്. സർവകർമ്മ സന്യാസപൂർവകമായ, അതായത് സർവകർമ്മ സന്യാസത്തോട് കൂടിയ ആത്മജ്ഞാന നിഷ്ഠയാണ് നിശ്രേയസത്തിന് കാരണമായിരിക്കുന്നത്. ഈ ഭാഷ്യത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ള എല്ലാ ആചാര്യന്മാരും, അതായത് പ്രമുഖന്മാരായ ആചാര്യന്മാരും, നമുക്കിന്ന് പ്രധാനമായി കിട്ടുന്ന ഭാഷ്യങ്ങൾ ഒന്ന് ശങ്കരാചാര്യരുടെ ഭാഷ്യം തന്നെ, രാമാനുജന്റെ ഭാഷ്യം, മാധ്വാചാര്യന്റെ ഭാഷ്യം, ഇതെല്ലാം നമുക്കിന്ന് ഉപലബ്ധമായിട്ടുള്ള ഭാഷ്യങ്ങളാണ്. പ്രധാനമായും ഇത് മൂന്നാണ്: ശങ്കരാചാര്യർ, രാമാനുജൻ, മാധ്വാചാര്യർ. ഇതുകൂടാതെ ഇവരുടെ ആശയങ്ങളെ അനുകൂലിച്ചും പ്രതിഷേധിച്ചും വരുന്ന മറ്റനേകം ഭാഷ്യങ്ങൾ, മധുസൂദന സരസ്വതിയുടെ ഗൂഢാർത്ഥ ദീപിക, നീലകണ്ഠാചാര്യരുടെ ഭാഷ്യം, ശ്രീധരാചാര്യരുടെ ഭാഷ്യം, അങ്ങനെ നിരവധി ഭാഷ്യങ്ങൾ, അതിന്റെ വ്യാഖ്യാനങ്ങൾ. ഇങ്ങനെ ഇത് ഗീതാശാസ്ത്രം വളരെ വിപുലമായൊരു അക്ഷരപ്രപഞ്ചമാണ്, ആശയപ്രപഞ്ചമാണ്. അതിൽ ഭാഷ്യകാരന്മാരെല്ലാം തുടർന്നു വന്നിരിക്കുന്ന ഒരു കാര്യം, ഈ ഭാഷ്യകാരന്മാർക്കെല്ലാം അവരവരുടേതായ ഓരോ സിദ്ധാന്തങ്ങളുണ്ട്. ആചാര്യസ്വാമികൾക്കാണെങ്കിൽ അദ്വൈതം, മറ്റുള്ളവർക്ക് വിശുദ്ധാദ്വൈതം, ദ്വൈതം, പലതരത്തിൽ. ഈ ആശയങ്ങളെ അവർ ഈ ഗീതാ ശ്ലോകങ്ങളെ അവലംബിച്ചുകൊണ്ട് ആവിഷ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും അവരവരുടെ ഉള്ളിലിരിക്കുന്ന ആശയങ്ങളെ ഇതിലൂടെ പ്രകടമാക്കുക. ആചാര്യസ്വാമികളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആചാര്യസ്വാമികൾ അദ്വൈതിയാണ്. അതുകൊണ്ട് തന്നെ ആചാര്യസ്വാമികളെ സംബന്ധിച്ച് എവിടെയും അദ്വൈതമേ കാണാൻ കഴിയും, ദ്വൈതം കാണാൻ കഴിയത്തില്ല. ദ്വൈതപരമായ ഏതെങ്കിലും സന്ദർഭങ്ങൾ വന്നാലും ഭാഷ്യകാരന് അതിനെ അദ്വൈതപരമായി കാണാൻ കഴിയും, അദ്വൈതപരമായി അതിനെ വ്യാഖ്യാനിക്കത്തുള്ളൂ. അശ്വൻ ദ്വൈതപരമായ കാഴ്ചപ്പാടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇനി അദ്വൈതപരമായ ഭാഗങ്ങൾ വന്നാലും ദ്വൈതപരമായി കാണാൻ കഴിയും. അവരവരിലിരിക്കുന്ന അറിവും അവരവരുടെ സംസ്കാരവും അനുസരിച്ച് ഓരോരുത്തരും വ്യാഖ്യാനിച്ചു എന്നാണ് ഈ എല്ലാ വ്യാഖ്യാനങ്ങളെയും മാറി നിന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഗീതയിൽ ദ്വൈതപരമായ ആശയങ്ങളെ പ്രകടമാക്കുന്ന അനേകം ഭാഗങ്ങളുണ്ട്. പക്ഷെ ആചാര്യസ്വാമികളെ സംബന്ധിച്ചിടത്തോളം ഗീതയിൽ അങ്ങനെ ഒന്നില്ല, അദ്വൈതം മാത്രം. എവിടെ നോക്കിയാലും അദ്വൈതം. തന്റെ അനുഭവം, തന്റെ കാഴ്ചപ്പാട്, അത് അദ്വൈതമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതേ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ അക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. അവരവരുടെ അനുഭവത്തെ അവരവർ പ്രകടമാക്കും. അദ്വൈതത്തിൽ നിഷ്ഠയുള്ള ഒരാളിന് എവിടെയും എന്തിനും അദ്വൈതത്തെ കാണാൻ കഴിയും. അതുകൊണ്ട് ചില ഭാഗങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിച്ച് ശരിയാണോ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആചാര്യന്മാരുടെ നിഷ്ഠ അതനുസരിച്ചാണ് അവരുടെ വ്യാഖ്യാനം എന്ന് നമുക്ക് സമാധാനപ്പെടുകയും നിവൃത്തിയുള്ളൂ. ഗീതയിൽ ഓരോ ശ്ലോകമായിട്ട് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ള ആശയത്തെ സ്പഷ്ടമായി പ്രതിപാദിക്കുന്ന ഒരു ശ്ലോകമില്ല. അതിന്റെ സൂചനകൾ കിട്ടിയേക്കാം, പക്ഷെ സ്പഷ്ടമായി അങ്ങനെ ഒരു ആശയത്തെ പറയുന്ന ഒരു ശ്ലോകം അതില്ല. പക്ഷേ ഭാഷ്യ അദ്വൈത സിദ്ധാന്തമനുസരിച്ച് അതാണ് ഗീതയുടെ തത്വം, ബ്രഹ്മസത്യം ജഗത് മിഥ്യ. എന്തുകൊണ്ട്? അദ്വൈതാചാര്യനെ സംബന്ധിച്ചിടത്തോളം ഗീതയിലല്ല, സർവത്ര ഉപനിഷത്തിനും ബ്രഹ്മസൂത്രത്തിനും എല്ലാം അങ്ങനെ ഒരു ആശയമേ ഉള്ളൂ, മറ്റൊരാശയമില്ല. സ്വ അനുഭവം അനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു, അതാണ്. അതുകൊണ്ടത് പക്ഷപാതപരമാണ് എന്ന് പറഞ്ഞ് ഇതിനെ വിമർശിക്കുന്നവരുണ്ട്, അത് മറ്റൊരു കാര്യം. പക്ഷെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്നിതാണ്, അവരവരുടെ അനുഭവം അനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. ആചാര്യസ്വാമികളുടെ അനുഭവം അനുസരിച്ച് എന്താണ്? സർവകർമ്മ സന്യാസപൂർവകമായ ആത്മജ്ഞാന നിഷ്ഠ കൊണ്ട് മോക്ഷം സംഭവിക്കുന്നു.
അവിടെ തന്റെ മാർഗത്തെയും തന്റെ ലക്ഷ്യത്തെയും ആചാര്യസ്വാമികൾ ഇങ്ങനെ വിശദീകരിക്കുന്നു. അപ്പോ സ്വാഭാവികമായിട്ട് ഒരാൾ ചോദിക്കും, ഇങ്ങനെ ആചാര്യന്മാർ പലതരത്തിൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതിനെ സ്വീകരിക്കും? ഇവരെല്ലാം വലിയ ആൾക്കാരാണ്, നമ്മൾക്കുള്ള അറിവും ബുദ്ധിയും അനുഭവം ഉള്ളവരാണ്, നമ്മൾക്കേതാണ്? നമ്മൾക്കും കരണീയമായിട്ടുള്ള അതാണ്. അവനവന്റെ വാസനയും അവനവന്റെ അധികാരിത്വം അനുസരിച്ച് അവരവർക്ക് ഓരോന്ന് ഇഷ്ടമായി തോന്നും, രുചിക്കും, അതിനെ സ്വീകരിക്കുക. എല്ലാം എല്ലാവർക്കും ഇഷ്ടമായി തോന്നത്തില്ല. അദ്വൈത ആചാര്യന്റെ അടുത്തിരുന്ന് അദ്വൈതം പഠിച്ച് പിന്നീട് അതിൽ നിന്ന് മാറിപ്പോയ ആളാണ് രാമാനുജാചാര്യർ. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ നിഷ്ഠ, അദ്ദേഹത്തിന്റെ രുചി മറ്റൊന്നിലായിരുന്നു. അപ്പൊ ആധ്യാത്മിക മാർഗത്തിൽ തന്നെ മുഖ്യം ആ ശിഷ്യന്റെ അഭിരുചിക്കും വാസനയ്ക്കും താല്പര്യത്തിനുമാണ്. അതിനനുസരിച്ച് ഒരാൾ ഗ്രഹിക്കുക, അതനുസരിച്ച് ഒരാൾക്ക് ഒന്നിനോട് ഇഷ്ടം തോന്നും, താല്പര്യം തോന്നും, ശരിയെന്ന് തോന്നും, അതിനെ ഗ്രഹിക്കുക. അതേ കരണീയമായിട്ടുള്ളൂ. ചിലർക്ക് ഈ പറയുന്ന തരത്തിലുള്ള ആത്മജ്ഞാന നിഷ്ഠയിലായിരിക്കും താല്പര്യം. അവര് ഭാഷ്യകാരൻ പറഞ്ഞ ആ മാർഗത്തെ പിന്തുടരും. അപ്പോൾ മറ്റു ചിലർ ചോദിക്കും, ഇതിലേതാണ് ശരി? ഏതാണ് ഇതിലേറ്റവും ശരിയായിട്ടുള്ളത്? ആത്മജ്ഞാനനിഷ്ഠ ഈ പറയുന്നതാണോ, അതോ രാമാനുജൻ പറയുന്നത് പോലെ അനന്ത കല്യാണ ഗുണനിധിയായിരിക്കുന്ന ഭഗവാൻ ഉപാസിക്കുക മറ്റൊന്നാണ്? അവിടെ ഭക്തിയും കർമ്മവും എല്ലാം സമുച്ചയിക്കാം. ഭാഷ്യകാരൻ നിഷേധിക്കുന്ന സമുച്ചയത്തെ രാമാനുജൻ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാകാമോ? അപ്പോൾ ഇതിലേതാണ് ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരി ഭേദമനുസരിച്ച് തന്നെയാണ് ശരിയും ശരിയല്ലാത്തത്. തന്റെ അധികാരിത്വം അനുസരിച്ച് തനിക്ക് ഏതാണോ ശരിയെന്ന് തോന്നുന്നു അതാണ് ശരി. ശരിയും തെറ്റും ആത്യന്തികമായി അവനവൻ തന്നെ നിർണയിക്കേണ്ടി വരുന്നു. ഭഗവാനും അത് തന്നെയാണ് പറയുന്നത്. വിമർശീത തശേഷേണ യഥേച്ഛസി തഥാ ഗുരു. നീ നല്ലവണ്ണം ചിന്തിച്ചു നോക്കുക, അവസാനം ഏതാണോ ശരിയെന്ന് നിനക്ക് തോന്നുന്നു അത് നീ ചെയ്തോളുക. അല്ലാതെ നിന്റെ ശരി നിർണയിക്കുന്ന ഞാനല്ല. ശരിയും തെറ്റും നിർണയിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ തരാം, അതിനെ വിമർശിക്കുക, കൂലംകഷമായി ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചതിന് ശേഷം ഏതാണോ ശരി അത് സ്വയം തീരുമാനിച്ചോളാൻ ഇവിടെ ഭഗവാൻ ശ്രോതാക്കൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഭാഷ്യകാരൻ തന്റെ ശരി ഏതാണെന്ന് തീരുമാനിച്ചു, രാമാനുജൻ തന്റെ ശരി സ്വീകരിച്ചു, മാധ്വാചാര്യർ തനിക്ക് ശരിയായത് സ്വീകരിച്ചു. അതുപോലെ ആരാണോ ഇതിനെക്കുറിച്ച് ശ്രവിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് അവരവരുടെ ശരിയെ സ്വീകരിച്ചോളുക. അതും ഗീതാശാസ്ത്രത്തിൽ ഭഗവാൻ തന്നെ ഉപദേശിക്കുന്നുണ്ട്. ആത്യന്തികമായി കൊടുക്കുന്ന ഉപദേശം എന്താണ്? ഉദ്ധരേത് ആത്മനാത്മാനം, നീ നിന്നെ തന്നെ ശരിയാക്കുക എന്നാണ്. അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി, ഞാൻ നിന്നെ സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം. യോഗക്ഷേമം മഹാമ്യഹം, നിന്റെ യോഗക്ഷേമങ്ങളെല്ലാം ഞാൻ വഹിക്കാം എന്നെല്ലാം പ്രതിജ്ഞ ചെയ്യുന്നുണ്ടെങ്കിലും ഉപദേശസാരമായി അവസാനം പറയുന്നത് എന്താണ്? നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നീ തന്നെ ചെയ്തു, എനിക്കതിൽ യാതൊരു ഉത്തരവാദിത്വമില്ലെന്നാണ്. ഉദ്ധരേത് ആത്മനാത്മാനം. അവസാനമായി ആ ഭാരമെല്ലാം ശ്രോതാവിൽ തന്നെ വയ്ക്കുകയാണ്, അധികാരിയിൽ തന്നെ വയ്ക്കുകയാണ്. ഇപ്പൊ ഗീത എന്ന് പറയുന്നത് സമഗ്രമായൊരു ശാസ്ത്രമാണ്. ആധ്യാത്മികതയിൽ മഹാഭാരതത്തെക്കുറിച്ച് പറയുന്നതാണ് ഇതിലില്ലാത്തത് മറ്റൊരിടത്തും കാണത്തില്ല. മറ്റൊരു സ്ഥലത്തും കാണാത്തത് ഇതിൽ കാണും, പക്ഷെ ഇതിലില്ലാത്ത മറ്റൊരിടത്തും കാണാൻ കഴിയത്തില്ല. അതുപോലെ ആത്മവിദ്യയെ സംബന്ധിച്ചിടത്തോളം, അധ്യാത്മശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരിടത്തും കാണാത്തത് ഗീതയിൽ കാണാൻ പറ്റും.
പക്ഷെ ഗീതയിലില്ലാത്തത് മറ്റൊരിടത്തും കാണത്തില്ല. അതിന്റെ സമഗ്രത, അതിന്റെ പൂർണ്ണത ഏത് തരത്തിലുള്ള ഒരുവനും സമീപിക്കാനും സ്വീകരിക്കാനും ഉള്ളതെല്ലാം ഉണ്ട്. ഇന്നുവരെ ഉള്ള ഏത് ആചാര്യന്റെ ഉപദേശം നോക്കിയാലും ഗീതയിൽ കാണും. ഇനി വരാൻ പോകുന്നവരുടെ ഉപദേശവും ഗീതയ്ക്കകത്തുണ്ടായിരിക്കും. അത് ഏറ്റവും ആധുനികമെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഉപദേശമായാലും ശരി. അങ്ങേയറ്റം ഒരു ഉപദേഷ്ടാവിന് പരമാവധി പറയാവുന്ന ഇതാണ്: ഉദ്ധരേത് ആത്മനാത്മാനം. ഇതിലപ്പുറം ആർക്കെന്ത് പറയാൻ പറ്റും? നീ നിന്നെ തന്നെ ഉദ്ധരിക്കുക. അപ്പോൾ അതുവരെ അവസാന വാക്കുവരെ ഗീതയിൽ പറഞ്ഞു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ട എല്ലാം പ്രതിപാദിക്കുന്ന സമഗ്രമായൊരു ശാസ്ത്രമാണ്. അതിൽ പിന്നെ നമ്മൾ പൂർവാപരബദ്ധമായി ചിന്തിച്ച് അതിന്റെ താല്പര്യത്തെ നമുക്ക് അനുരൂപമായ നമുക്ക് വേണ്ടതായ താല്പര്യത്തെ കണ്ടുപിടിക്കുക. അതിനുള്ള സ്വാതന്ത്ര്യം ഭഗവാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. വിമർശിയത് തശേഷേണ യഥേച്ഛസി എന്നാണ്. കശ്ചിതേത് ശ്രുതം പാർത്ഥ ഏകാഗ്രേണ ചേതസ. വളരെ അനുകമ്പയോടുകൂടി ചോദിക്കുന്നുണ്ട്, നീ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഏകാഗ്രമായ മനസ്സോടുകൂടി നീ ഇത് കേട്ടോ? ഭഗവാനിന് സംശയമായി. അർജുനന് ഉപദേശിച്ചിട്ടുകൂടി, ഞാൻ ഈ പറഞ്ഞ സമയത്തൊക്കെ ഇയാളെ മറ്റേതെങ്കിലും മനോരാജ്യത്തിൽ ഇരിക്കുകയായിരുന്നു, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇയാൾ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു? സംശയം. അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ പറയുന്നു, നീ ഇതെല്ലാം കേട്ട കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ചിന്തിച്ചു നോക്കുക. ചിന്തിച്ചതിന് ശേഷം സ്വയം ഒരു തീരുമാനമെടുക്കുക. ഇത് അദ്വൈതം വേണമോ, ദ്വൈതം വേണമോ, ജ്ഞാനം വേണമോ, ഭക്തി വേണമോ, കർമ്മം വേണമോ? അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്ന എന്തുകൊണ്ട്? ഈ കാര്യങ്ങളെല്ലാം മുഖ്യമായും ജീവന്റെ അധികാരിത്വത്തെ ആശ്രയിച്ചിരിക്കുന്നു. കേവലം ആ ഉപദേശത്തിന്റെ മഹാത്മ്യത്തെ ആശ്രയിച്ച് മാത്രമല്ല. അതുകൊണ്ട് ആചാര്യസ്വാമിയുടെ അഭിപ്രായം, ആചാര്യസ്വാമികൾ ഇതിൽ കണ്ടെത്തിയ കാര്യം ഇവിടെ പറയുകയാണ്: സർവകർമ്മ സന്യാസപൂർവകാത് ആത്മജ്ഞാനനിഷ്ഠാരൂപാത് ധർമാത് നിശ്രേയസം ഭവതി. അതുകൊണ്ട് ഭാഷ്യത്തെ നമ്മൾ പിന്തുടരുമ്പോൾ ഈ കാര്യങ്ങൾ, ഈ ആശയങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം. തഥാ ഇമമേവ ഗീതാർത്ഥ ധർമ്മം ഉദ്ദേശ്യ ഭഗവത ഏവ യുക്തം. താൻ പറയുന്ന കാര്യങ്ങൾക്ക് തന്റെ ആശയത്തിന് ഭാഷ്യകാരൻ ധാരാളം പ്രമാണങ്ങൾ ഉദ്ധരിക്കും. താൻ പറയുന്ന ഒരിക്കലും സപ്രമാണമാണ്, എന്നുവെച്ചാൽ പൂർവാചാര്യ സമ്മതമാണ്, ശ്രുതി സമ്മതമാണ്, സ്മൃതി സമ്മതമാണ്, ലോകാചാര സമ്മതമാണ്. ഇത്തരം കാര്യങ്ങളെ ആവർത്തിച്ചുകൊണ്ടാണ് എപ്പോഴും ഭാഷ്യകാരൻ തന്റെ ആശയങ്ങൾ വെളിപ്പെടുത്തുന്നത്. തഥാ ഇമമേവ ഗീതാർത്ഥ ധർമ്മം. ഗീതാർത്ഥമായിരിക്കുന്ന ഈ ധർമ്മത്തെ, ഈ നിവൃത്തി മാർഗത്തെ ഉദ്ദേശിച്ചുകൊണ്ട് അതിനെ വെളിപ്പെടുത്താനായിട്ട് ഭഗവത ഏവ ഉക്തം, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഈ സർവകർമ്മ സന്യാസപൂർവകമായ ആത്മജ്ഞാന നിഷ്ഠ, ആ നിഷ്ഠ കൊണ്ടാണ് മോക്ഷം സംഭവിക്കുന്നത്. മറ്റൊന്നും ലേശം പോലും ഭാഷ്യകാരൻ അംഗീകരിക്കത്തില്ല. സഹി ധർമ്മ സുപര്യാപ്തോ ബ്രഹ്മണ പദവേദന ഇത്യനുഗീതാസ്. അനുഗീതയിൽ ഇക്കാര്യം പറയുന്നുണ്ട്. എന്താണ്? സഹി ധർമ്മ സുപര്യാപ്തോ. ഈ ഒരു ധർമ്മം മാത്രം മതി, സുപര്യാപ്തമാണ്. എന്ത്? നിവൃത്തി മാർഗം, സർവകർമ്മ സന്യാസപൂർവമായ ആത്മജ്ഞാന നിഷ്ഠ, അത് മാത്രം മതി. എന്താണ്? ബ്രഹ്മണപദം, മോക്ഷം, അതിന്റെ വേദന, അതിന്റെ ജ്ഞാനത്തിന് വേദനം, ജ്ഞാനം. അപ്പം ബ്രഹ്മപദമായ മോക്ഷത്തിന്റെ സാധനമായിരിക്കുന്ന ജ്ഞാനത്തിന് ഈ ധർമ്മ, ഈ നിവൃത്തി മാർഗം, ആത്മജ്ഞാനനിഷ്ഠ, ആത്മജ്ഞാനനിഷ്ഠ കൊണ്ട് ആത്മജ്ഞാനപ്രാപ്തി, ആത്മജ്ഞാനപ്രാപ്തി കൊണ്ട് മോക്ഷം. ഇത് അനുഗീതയിലും പറഞ്ഞിട്ടുണ്ട്. തത്രൈവച യുക്തം, അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. തത്രൈവച ഉക്തം നൈവ ധർമ്മി നചാധർമ്മി നചൈവ ഹി ശുഭാശുഭി യസ്യാ
ഏകാസനേ ലീനഃ തൂഷ്ണീം കിഞ്ചിത് അചിന്തയൻ. ആത്മനിഷ്ഠനെ കുറിച്ച് പറയുകയാണ്. നൈവ ധർമ്മി, അവൻ ധർമ്മിയല്ല. അവനെ ധർമ്മിഷ്ഠനെന്ന് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ധർമ്മി എന്ന് പറയുന്നത് എന്താണ്? ആരാണോ ധർമ്മത്തെ ആചരിക്കുന്നവൻ അവനാണ് ധർമ്മി. ഈ പറയുന്ന വൈദികമായ മരീച്യാദികൾക്ക് ഉപദേശിച്ചു കൊടുത്തതായ നിഷ്ഠയെ ആചരിച്ച് ജീവിക്കുന്നവനാണ് ധർമ്മി. പ്രവൃത്തി ലക്ഷണമായിരിക്കുന്ന ധർമ്മത്തെ. അവൻ ധർമ്മിയല്ല. ധർമ്മിയല്ലാത്തവൻ ഇനി അധർമ്മിയാണോ, അധർമാചരണമാണോ പറയുന്നത്? എന്നുവെച്ചാൽ അധർമ്മി. അവൻ അധർമ്മിയുമല്ല. ആത്മനിഷ്ഠയിലിരിക്കുന്നവൻ നചൈവഹി ശുഭാശുഭി, ശുഭം പുണ്യം അശുഭം പാപം. ശുഭത്തെ വഹിക്കുന്നവനും പുണ്യത്തെ വഹിക്കുന്നവനോ അശുഭി പാപത്തെ വഹിക്കുന്നവനോ അല്ല അവൻ. അവന് പുണ്യപാപങ്ങളും കാണാൻ കഴിയില്ല. ആര്? യസ്യാദ് ഏകാസനേ ലീനഃ, ഏകാസനത്തിൽ. ഏകാസനം എന്ന് പറയുമ്പോൾ ബാഹ്യമായ ഒരു ഇരിപ്പിടത്തിൽ എന്നുള്ള അർത്ഥവും പറയുന്നുണ്ട്. ഏകാസനം പരബ്രഹ്മം. അതിൽ ലീലനായി, മനസ്സതിൽ വിലയിച്ചവനായി, പരമാത്മാവിൽ മനസ്സ് വിലയിച്ചവനായി, തൂഷ്ണീ മനോവ്യാപാരങ്ങൾ കൂടാതെ. തൂഷ്ണീം സ്ഥിതി. തൂഷ്ണീം സ്ഥിതി എന്ന് പറയുന്നതിന് സാധാരണ മിണ്ടാതിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ പറയുന്നത് എന്താണ്? തൂഷ്ണീം, മറ്റ് മനോവ്യാപാരങ്ങളൊന്നും കൂടാതെ, മനോവാക്കായ കർമ്മങ്ങളെ കൂടാതെ, കിഞ്ചിത് അചിന്തയൻ, യാതൊരു മനോവൃത്തികളും കൂടാതെ ബ്രഹ്മനിഷ്ഠനായിരിക്കുന്നവൻ അവനെ ധർമ്മി എന്നോ അധർമ്മി എന്നോ പുണ്യവാനെന്നോ പാപിയെന്നോ ഒന്നും ഗണിക്കാൻ കഴിയത്തില്ല. അതാണ് സർവകർമ്മ സന്യാസ പൂർവകമായ ആത്മജ്ഞാനനിഷ്ഠ. ഇതാണ് മോക്ഷത്തിന് കാരണമായിരിക്കുന്നത്. മോക്ഷസാധനം ഈ നിഷ്ഠയാണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുന്നതുകൊണ്ട് എന്താണ്? ബാഹ്യമായിട്ടുള്ള മരീച്യാദികൾ അനുഷ്ഠിച്ചു വന്ന ആ കർമ്മങ്ങളുടെ അനുഷ്ഠാനമല്ല, മറിച്ച് ഈ പറയുന്ന തരത്തിൽ ഏകാസനസ്ഥിതനായി, ബ്രഹ്മത്തിൽ മനസ്സുറച്ചവനായി, മറ്റു മനോവ്യാപാരങ്ങൾ ഒന്നും കൂടാതെ ഇരിക്കുന്നതാണ്. അതാണ് ജ്ഞാനനിഷ്ഠ, അതാണ് ധർമ്മം. അവിടെ തന്നെ പറയുന്നുണ്ട് ജ്ഞാനം സന്യാസലക്ഷണം. സന്യാസം ലക്ഷണം യസ്യ, സന്യാസം ആണ് ലക്ഷണം ഏതിന്? ജ്ഞാനത്തിന്. ജ്ഞാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സന്യാസം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നതിന്റെ താല്പര്യം. ഇവിടെ പറയുന്ന സർവകർമ്മ സന്യാസം, ആ സർവകർമ്മ സന്യാസം ആണ് ജ്ഞാനത്തിന്റെ ലക്ഷണമായി. അതായത് ഭാഷ്യകാരൻ പറയുന്നത് ജ്ഞാനവും കർമ്മവും ഒരുമിച്ചിരിക്കത്തില്ല, ഒരിടത്ത് കാണത്തില്ല. ജ്ഞാനനിഷ്ഠയിൽ കർമ്മം കാണത്തില്ല. അപ്പൊ അവിടെ മറ്റെന്ത് കാണണം? കർമ്മസന്യാസം കാണണം. അതാണ് ജ്ഞാനത്തിന്റെ അടയാളം. അത് നോക്കി നിങ്ങൾ ബാഹ്യമായി മനസ്സിലാക്കണം എന്നാണ്. ഇതിന്റെ എല്ലാം മറുഭാഗങ്ങളുമുണ്ട്. അത് ഓരോ ഭാഗങ്ങൾ വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യും. ഇവിടെ പൊതുവായി പറയുന്നതാണ്, ഒരു ഉദ്ഘാതം എന്നുള്ള രീതിയിൽ പറയുന്നതാണ് ഇരിക്കാം. ഇഹാവിജ അന്തേ ഉക്തം അർജുനായ. ഇവിടെ തന്നെ അനുഗീതയിലല്ല, ഇവിടെ തന്നെ ഈ ഗീതയിൽ അന്തേ ഒടുവിൽ 18-ാം അധ്യായത്തിൽ അർജുനായ ഉക്തം, അർജുനോട് പറഞ്ഞു ഒടുവിൽ. 18-ാം അധ്യായം ശാസ്ത്ര പരിസമാപ്തി, ശാസ്ത്ര സിദ്ധാന്തത്തെയൊക്കെ പരിസമാപിക്കുന്നത്. ഈ ശ്ലോകത്തെയാണ് ഗീതാശാസ്ത്ര സിദ്ധാന്തത്തിന്റെ പരിസമാപ്തിയായിട്ട് പല വ്യാഖ്യാതാക്കളും മധുസൂദന സരസ്വതി പോലുള്ളവരെല്ലാം കണക്കാക്കുന്നത്. ഈ ശ്ലോകത്തെയാണ് എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ഈ ശ്ലോകം കുരു കർമ്മൈവ തസ്മാത്വം എന്ന് ഉപദേശിച്ചു തുടങ്ങിയിട്ട് നീ കർമ്മം തന്നെ ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷം കർമ്മണ്യവ അധികാരത്തെ, സന്യാസത്തിലല്ല കർമ്മത്തിലാണ് നിനക്ക് അധികാരം എന്ന് ഉപദേശിച്ച് ഉറപ്പിച്ചതിന് ശേഷം പിന്നെ അവസാനം പറയണം എന്താണ്? സർവധർമാൻ പരിത്യജ്യ.
ആ കർമ്മയോഗത്തിന്റെ പരിസമാപ്തി കാണിക്കുകയാണ്. കർമ്മയോഗത്തിന്റെ പരിസമാപ്തിയാണ്. കർമ്മയോഗത്തിന്റെ പരിസമാപ്തിയാണ് കർമ്മത്യാഗം, സർവകർമ്മ സന്യാസം. അതാണെന്ത്? സർവധർമാൻ പരിത്യജ്യ, സർവകർമ്മങ്ങളുടെയും സന്യാസം. ആ കർമ്മം എങ്ങനെ ബാഹ്യമായി ത്യജിക്കണമോ അതോ മാനസികമായി ത്യജിക്കണം, ഇത്തരം കാര്യങ്ങളിലെല്ലാം നമ്മൾ വരും ഭാഗങ്ങളിൽ ചർച്ച ചെയ്യും. പക്ഷേ സർവകർമ്മ സന്യാസത്തെയാണ് ഇവിടെ പറയുന്നത്. സർവധർമ്മങ്ങളെയും പരിത്യജിച്ചിട്ട്. അവിടെ സന്യാസം എന്താണ്? അക്കാര്യത്തെക്കുറിച്ച് ആചാര്യന്മാർക്ക് തന്നെ പല അഭിപ്രായങ്ങളാണുള്ളത്. അതിനെ നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. മാമേകം ശരണം പ്രജ, ശരണാഗതിയെ അവിടെ സൂചിപ്പിക്കുന്നു. ഭഗവാനെ ശരണം പ്രാപിക്കുക എന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്ന ഈ ഭഗവത് ശരണാഗതി, ഈശ്വരനുള്ള ആ ശരണാഗതിയും അതെന്താണ്? അതും ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു, അത് ജ്ഞാനനിഷ്ഠയാണ്. കർമ്മത്യാഗ പൂർവകമായ ജ്ഞാനനിഷ്ഠയാണ്. ആ ജ്ഞാനനിഷ്ഠയാണ് മോക്ഷത്തിലേക്ക് നയിക്കുന്നത്. ആ ശരണാഗതി എന്താണ്, അതിന് എന്ത് പേരിട്ട് വിളിക്കും? ഇതിനാണ് വ്യാഖ്യാതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. അതിനെ ജ്ഞാനനിഷ്ഠ എന്ന് വിളിക്കണമോ അതോ പരാഭക്തി എന്ന് വിളിക്കണമോ? ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് വ്യത്യാസമുള്ളത്. ഫലത്തിലല്ല വന്നു തന്നെ എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകും. അങ്ങനെ ഈശ്വരനെ ശരണം പ്രാപിക്കൂ എന്ന് പറയുന്നതും മോക്ഷത്തിനുള്ള സാക്ഷാത് കാരണമായിരിക്കുന്ന ജ്ഞാനനിഷ്ഠയാണ് എന്നാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. അതുകൊണ്ടിവിടെ ഭാഷ്യകാരൻ പറയുന്നതിന്റെ താല്പര്യം ഈ ഭാഗങ്ങളിൽ സംക്ഷേപിച്ചിരിക്കുകയാണ്. താൻ വ്യാഖ്യാനിക്കാൻ പോകുന്ന ഗീതാശാസ്ത്രത്തിന്റെ താല്പര്യം. ആത്മജ്ഞാനനിഷ്ഠ, ആത്മജ്ഞാനനിഷ്ഠയ്ക്ക്, ആത്മജ്ഞാനനിഷ്ഠ എന്ന് പറയുമ്പോൾ ശ്രവണ മനന നിധ്യാസനത്തിലൂടെ ആത്മാനുസന്ധാനം ചെയ്യുക, അതാണ് ആത്മജ്ഞാനനിഷ്ഠ. ആത്മജ്ഞാനനിഷ്ഠയിലൂടെ ആത്മജ്ഞാനപ്രാപ്തി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആത്മബോധം ദൃഢമാകുന്നു. അങ്ങനെ ദൃഢമാകുന്ന ആത്മബോധത്തിലൂടെ അജ്ഞാനം നശിക്കുന്നു. ആ ജീവൻ ആത്മസ്വരൂപനായി തന്നെ സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ആചാര്യസ്വാമികൾ നിർദ്ദേശിക്കുന്ന മാർഗം. അത് ഈ ഭാഗത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞു. തുടർന്ന് വരുന്നത് കർമ്മത്തെക്കുറിച്ച്, കർമ്മയോഗത്തെക്കുറിച്ചുമാണ് ചർച്ച. അതിന്റെ പ്രയോജനം എന്താണ്? ഇതാണ് ആത്മനിഷ്ഠയാണ് മോക്ഷത്തിന് കാരണമെങ്കിൽ പിന്നെ കർമ്മം എന്തിനു വേണ്ടി? കർമ്മത്തിന്റെ ആവശ്യം എന്താണ്? കർമ്മത്തിന്റെ അനുഷ്ഠാനവും കർമ്മത്തിന്റെ ത്യാഗവും, ഈ രണ്ടും ഭാഷ്യകാരൻ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. കർമാനുഷ്ഠാനം ഏതുവരെ, അതെങ്ങനെ, കർമ്മത്യാഗം എവിടെ മുതൽ തുടങ്ങുന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം തുടർന്ന് ചർച്ച ചെയ്യും അടുത്തു വരുന്ന ക്ലാസ്. പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ